ആത്മീയത എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയുമായുള്ള ഒരു ബന്ധം വളർത്തലാണ്. അത് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിലൂടെ, ആ അനുഭവത്തിലൂടെ മാത്രം പറ്റുന്ന ഒന്നാണ് ഈ ക്രിസ്തീയ ആത്മീയത എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്രൈസ്തവ ആത്മീയത എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ പാലിക്കുന്ന കുറെ ആചാരാനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ ഒരു ആദർശങ്ങളോ അല്ല, മറിച്ച് അതിലെല്ലാം ഉപരി അത് ക്രിസ്തുവിനെ കണ്ടെത്തുകയാണ്. കണ്ടുമുട്ടുക, അനുഭവിക്കുക, വിശ്വസിക്കുക. അതിന്റെ തലങ്ങളാണ് അത് കേട്ടോ. ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തുന്നു, ഞാൻ കണ്ടെത്തിയ ക്രിസ്തുവിനെ ഞാൻ അനുഭവിക്കുന്നു, അനുഭവിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിച്ച ക്രിസ്തുവിനെ ഞാൻ അനുഗമിക്കുന്നു, പിന്നെ അനുഗമിച്ച് ഞാൻ ആ ക്രിസ്തുവിനെ പോലെ ആയി തീരുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവുമായി തന്നെ മഹത്വപ്പെടുത്തുന്ന ഒരവസ്ഥ. ഈ അവസ്ഥയിലേക്കുള്ള ഒരു വളർച്ചയാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത്. അതായത് ക്രിസ്തു മറ്റുള്ള മതങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ക്രിസ്തീയ ആത്മീയതയുടെ ഒരു പ്രത്യേകത ഇതാണ്: ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ആ ദൈവം നമ്മളിൽ ഒരുവനായിരുന്നു, നമ്മളിൽ ഒരുവനായി ജീവിച്ചു. ആ നമ്മുടെ ഇടയിൽ നിന്നും മരിച്ചെങ്കിലും, മരണവിധേയനായെങ്കിലും, എന്നാലും മരണത്തിൽ നിന്നും മരണത്തെ പരാജയപ്പെടുത്തി തന്റെ ജീവിതം കൊണ്ട് നമ്മുടെ പാപങ്ങൾ പരിഹാരം ചെയ്ത ഒരു ക്രിസ്തു. അപ്പൊ ഈ ക്രിസ്തുവിലുള്ള എന്റെ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ആത്മീയതയിലേക്ക് എന്നെ നയിക്കുന്നത്. ഇനി ഈ ആത്മീയത എന്നിപ്പോ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അത് നമ്മൾ കണ്ടെത്തുന്നതല്ല, ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തുന്നതല്ല, മറിച്ച് ദൈവം വെളിപ്പെടുത്തി തരുന്നതാണ്. അതും കൂടെ നമ്മൾ തിരിച്ചറിയണം. ഈ ആത്മീയതയുടെ വളർച്ചയിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, ഞാൻ സ്വയം കണ്ടെത്തലല്ല അത്, മറിച്ച് ദൈവം എന്നിൽ വെളിവാക്കപ്പെടുന്നതാണ്. അതായത് സൃഷ്ടി ആരംഭിച്ചത് മുതലും ചരിത്രത്തിൽ തുടർന്നതും പോന്നതും എന്നാൽ ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതുമായ ദൈവിക വെളിപ്പെടുത്തൽ. ഈ വെളിപാടുകളാണ് ഇതിന്റെ യഥാർത്ഥ ആധാരം. അതായത് എന്റെ ക്രിസ്തീയ ആത്മീയതയുടെ ആധാരം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ദൈവത്തിനെ കണ്ടെത്തലല്ല, മറിച്ച് ആ ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിയുന്നതാണത്. അപ്പൊ ഈ വെളിപ്പെടുത്തലുകൾ നമ്മൾ 4 തരത്തിലാണ് ഈ വെളിപ്പെടുത്തലുകളെ വിശുദ്ധ കുരിശിന്റെ യോഹന്നാൻ നമ്മളോട് പറയുക. അദ്ദേഹം പറയുന്നത് ദൈവം സ്വയം വെളിപ്പെടുത്തി മനുഷ്യ സത്യങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരുന്നു ഈ വെളിപ്പെടുത്തലുകൾ. അതായത് മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ചും, മനുഷ്യൻ എവിടുന്ന് വന്നു, എവിടേക്ക് പോകുന്നു, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ദൈവത്തെ വെളിപ്പെടുത്തി. എന്നാൽ ദൈവം മനുഷ്യനെയും വെളിപ്പെടുത്തി. എന്നാൽ പ്രപഞ്ചത്തെക്കുറിച്ചും വെളിപ്പെടുത്തി. മനുഷ്യനെ വെളിപ്പെടുത്തി, ദൈവത്തെ വെളിപ്പെടുത്തി, പ്രപഞ്ചത്തെ വെളിപ്പെടുത്തി. മനുഷ്യന്റെ ജീവിതം നന്മയിൽ എങ്ങനെ മുന്നോട്ട് നയിക്കണം, ഇങ്ങനെ 4 തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ ഒരു ആത്മീയതയിൽ വളരുന്ന ഒരാള് അനുഭവിച്ചറിഞ്ഞു വളരുക. അതായത് ദൈവത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചുമുള്ള ജ്ഞാനം സിദ്ധിക്കുകയും ദൈവത്തെ ക്രിസ്തുവിൽ അനുഭവിക്കുകയാണ് ക്രിസ്തീയ ആത്മീയതയുടെ സവിശേഷത. അതായത് ക്രിസ്തു വെളിപ്പെടുത്തി തന്ന ദൈവത്തിനെ തിരിച്ചറിയുക, എന്നെ തിരിച്ചറിയുക, ധാർമ്മികതയിലൂടെ ആ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരലാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ആത്മീയത എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. ഇനി ഈ ആത്മീയതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവാനുഭവവും ദൈവ ഐക്യവും ദൈവകൃപയുടെ പ്രവൃത്തിയിലുമാണ് ഇത് നടക്കുക. ഈ ആത്മീയതയിലേക്ക് ഞാൻ കടക്കുക എന്ന് പറയുന്നത് എൻ്റെ പ്രവൃത്തികളിലൂടെയല്ല, എൻ്റെ പഠനങ്ങളിലൂടെയല്ല, മറിച്ച് എൻ്റെ ദൈവിക അനുഭവങ്ങളിലൂടെ. ദൈവിക അനുഭവങ്ങൾ എന്നെ ദൈവത്തിന്റെ ഐക്യത്തിലേക്ക് ചേർക്കുന്നു. ആ അനുഭവത്തിൽ നിന്ന് ഞാൻ ദൈവകൃപയിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ഈ ആത്മീയത എന്നിൽ വരിക. അതായത് വിശ്വാസം എന്നത് വെളിപ്പെടുത്തിപ്പെട്ട സത്യങ്ങളും ബുദ്ധി കൊണ്ട് സ്വീകരിക്കുന്നതോ മാത്രമല്ല, മറിച്ച് അതനുസരിച്ച് ജീവിക്കുന്നതിലൂടെ കൂടിയാണ്. അതായത് ഞാനിത് വെളിപ്പെട്ട് കിട്ടിയത് മാത്രം പോരാ, മറിച്ച് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ആ വെളിപ്പെട്ട് കിട്ടിയ അനുഭവങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ മാറ്റുന്നതിലൂടെ ആയിരിക്കണം. അപ്പൊ ക്രിസ്തീയ ആത്മീയതയ്ക്ക് 3 നെടും തൂണുകൾ നമ്മളെ സഭ പണ്ട് മുതലേ പഠിപ്പിക്കുന്നതാണ്. സെന്റ് തോമസ് അക്വിനാസിന്റെ സമയം മുതൽ നമ്മളോട് പറയുന്ന ഒരു സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 3 കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ ദൈവിക പുണ്യങ്ങളാണ് നമ്മുടെ ക്രിസ്തീയ ആത്മീയതയുടെ. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത് 3ഉം ദൈവത്തിന്റെ ദാനങ്ങളാണ്. 7 പുണ്യങ്ങളെ കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ 3 വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇതായിരിക്കും നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനവും അല്ലെങ്കിൽ നെടും തൂണുകളും. അപ്പോൾ ഇത് നമ്മളെ എവിടേക്ക് എത്തിക്കുന്നത്? വെളിപ്പെടുത്തിപ്പെട്ട സത്യങ്ങളിലേക്കും ദൈവിക ജ്ഞാനങ്ങളിലേക്കും വിശ്വാസം വഴി നമ്മൾ എത്തിച്ചേരുന്ന ഒരവസ്ഥയാണത്. സ്നേഹം, ഈ അവസ്ഥയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ജീവിത ശൈലിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ വരും. സ്നേഹം അനുഭവിക്കും.
സ്നേഹം അനുഭവിച്ച സ്നേഹം പകർന്നു കൊടുക്കാനും കൂടെ പറ്റും. ഇതാണ് ആത്മീയമായ വളർച്ച എന്ന് പറയുന്നത്. സ്വയം പൂർണ്ണരാകാൻ പര്യാപ്ത നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം ഈ ആത്മീയതയിൽ പൂർണ്ണതയിൽ എത്തുക എന്ന് പറയുന്നത് മനുഷ്യൻ സ്വയം കഴിയുന്ന ഒരു കാര്യമല്ല, മറിച്ച് അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തെ ആഗ്രഹിക്കുക, ദൈവത്തിൽ വസിക്കുക, ദൈവം നമ്മിൽ വസിക്കുന്ന ഒരു അവസ്ഥ, ഇതായിരിക്കണം യഥാർത്ഥത്തിൽ ആത്മീയമായ വളർച്ച എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ത്രിയേക ദൈവസ്നേഹം, ഈ ഐക്യത്തില് ഞാൻ പങ്കുചേരുമ്പോൾ ഈ ആത്മീയതയുടെ ഭാഗമായി ഞാൻ മാറും. ഇതെങ്ങനെ എനിക്ക് സാധ്യമാകുന്നത്? 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുക. ഒന്ന്, ഈ കൃപ നമുക്ക് ലഭിക്കുന്നു, ഈ ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. എങ്ങനെ? തിരുവചനങ്ങളിലൂടെ, കൂദാശകളിലൂടെ, ദിവ്യകാരുണ്യത്തിലൂടെ. ഇതാണ് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ദൈവത്തിലേക്ക് കുറച്ചുകൂടി അടുക്കുവാൻ നമ്മളെ സഹായിക്കുന്ന 3 ഘടകങ്ങൾ. അപ്പോൾ ക്രിസ്തീയ ആത്മീയത അതുകൊണ്ട് തന്നെ സഭാത്മകമായിരിക്കണം. സഭയിൽ നിന്നും മാറി നിന്നുള്ള ക്രിസ്തീയ ആത്മീയത നമുക്ക് സാധ്യമല്ല. കാരണം നമ്മുടെ ഈ ആത്മീയതയുടെ വളർച്ചയുടെ 3 ഘടകങ്ങൾ എന്ന് പറയുന്നത് അത് തിരുവചനങ്ങളിലൂടെ ആയിരിക്കണം. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ് ഈ വചനങ്ങൾ. ദൈവം നമുക്ക് തന്നതാണ് ഈ കൂദാശകള്. ഈ കൂദാശകളിലൂടെ നമുക്ക് ലഭിക്കുന്ന കൃപകളിലൂടെ മാത്രമേ ഈ ആത്മീയ ജീവിതം നമുക്ക് സാധ്യമാവുകയുള്ളൂ. അപ്പം ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒരു രക്ഷയുടെ അനുഭവം കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നിയമത്തിന്റെ പിടി, നമ്മൾ എവിടെ നിന്നൊക്കെയാണ് രക്ഷപ്പെടേണ്ടത്? നിയമത്തിന്റെ പിടിയിൽ നിന്നും, പാപത്തിന്റെ പിടിയിൽ നിന്നും, ശിക്ഷയിൽ നിന്നും, മരണത്തിൽ നിന്നുമുള്ള രക്ഷയാണ്. അപ്പം ആത്മീയ ജീവിതം രക്ഷയാണ് എന്ന് പറയുമ്പോൾ 4 തരത്തിലുള്ള രക്ഷയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നിയമങ്ങളുടെ പിടിയിൽ നിന്നുള്ള രക്ഷ. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളോട് പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. പിന്നെ സാത്താന്റെ ശക്തിയിൽ നിന്നും നമുക്ക് ഒരു രക്ഷ ആവശ്യമാണ്. അപ്പം മാർക്കോസിന്റെ സുവിശേഷത്തില് നമ്മൾ ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുക, 10:45 മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചന ദ്രവ്യമായി സ്വജീവൻ നൽകാനും അത്രേ. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിലേക്കുള്ള വളർച്ചയാണ് ക്രിസ്തീയ ആത്മീയ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നതും. അപ്പോൾ എന്താണ് രക്ഷ എന്ന് നമ്മൾ വിശ്വസിക്കാം? പാപമോചനം മാത്രമായി രക്ഷയെ നമുക്ക് കാണാൻ പറ്റില്ല. അത് പലപ്പോഴും നമ്മുടെ ഒരു ധാരണ ഇതാണ്, രക്ഷ എന്ന് പറയുന്നത് പാപമോചനത്തിൽ മാത്രമാണെന്ന്. അപ്പൊ രക്ഷ എന്ന് പറയുന്നത് വെറും പാപത്തിൽ നിന്നുള്ള ഒരു മോചനം മാത്രമല്ല, മറിച്ച് ദൈവിക ജ്ഞാനം നിറച്ച് അവിടെ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് കൂടെ ഈ രക്ഷയുടെ ഭാഗമാണ്. അപ്പൊ ഈ രക്ഷ എന്ന് പറയുന്നത് ഞാൻ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയല്ല, മറിച്ച് ദൈവിക ജ്ഞാനത്തിൽ വളരുകയും എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും അതിലൂടെ എന്റെ ജീവിത ലക്ഷ്യം തിരിച്ചറിയലും കൂടെ ആയിരിക്കണം ഇത്. അതായത് അജ്ഞതയിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും മാറ്റപ്പെട്ട് പ്രകാശിതനായി ക്രിസ്തു എങ്ങനെ പ്രകാശിച്ചോ അതുപോലെ പ്രകാശിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതാണത്. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളല്ല നീതീകരിക്കപ്പെടുന്നത്. നമ്മൾ ഈ ചെയ്തതൊന്നുമല്ല നമ്മളെ നീതീകരിക്കുന്നത്, മറിച്ച് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കും, ക്രിസ്തുവിലാണ് നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് പാപികളായ നമ്മെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചും പരിഹാരം ചെയ്ത് നമ്മളെ സ്വീകരിച്ചും നീതീകരിക്കുന്ന ഒരു ദൈവം. അപ്പം ദൈവികമാക്കപ്പെട്ട ദൈവ മക്കളായി തീർന്ന നമ്മളാണ് ആത്മീയതയിൽ വളരുക. ഈ രക്ഷയുടെ അനുഭവം ആണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ ഈ ആത്മീയതയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതിന് പ്രധാനമായും അല്ലെങ്കിൽ മഹത്വത്തിന്റെ പ്രധാനമായി 3 ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മനുഷ്യൻ എങ്ങനെ ഈ ആത്മീയത അല്ലെങ്കിൽ ഈ ആത്മീയതയിൽ വളരാൻ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന 3 ഘട്ടങ്ങളാണ്. അല്ലെങ്കിൽ ഞാൻ മഹത്വമുള്ള ഒരു ജീവിയാണ് എന്ന് തിരിച്ചറിയുന്നത് ഈ 3 ഘട്ടങ്ങളിലൂടെയാണ്. ഒന്ന്, ദൈവം തന്റെ ഛായയിലും സദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. നിത്യത പുൽകാൻ വിധിക്കപ്പെട്ട ഒരാത്മാവ് അവനിലുണ്ട്. അവൻ സ്വതന്ത്രനായ വ്യക്തിയാണ്. ഭുക്തിശക്തിയും ഇച്ഛാശക്തിയും അവനുണ്ട് എന്ന തിരിച്ചറിവ്. അപ്പൊ നമ്മൾ ദൈവത്തോട് താതാത്മ്യപ്പെടണമെങ്കിൽ നമ്മൾ ആ മഹത്വത്തിലേക്ക് വളരണം. അപ്പോൾ ദൈവം നമ്മളിൽ നിറച്ചിരിക്കുന്ന ഈ കൃപ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ തിരിച്ചറിയുക, ഞാൻ ദൈവത്തിന്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ ദൈവം എന്നെ അവനോടൊപ്പം തന്നെ ഉയർത്തി. 2, ദൈവപുത്രൻ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. രണ്ടാമതായി നമ്മുടെ മഹത്വത്തിന്റെ രണ്ടാമത്തെ കാരണമാണ് ദൈവം തന്നെ ഭൂമിയിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ അവൻ തിരഞ്ഞെടുത്തത് നമ്മളിൽ ഒരാളായി തീരാനാണ്. അപ്പൊ നമ്മളിൽ ഒരാളായി താതാത്മ്യപ്പെട്ട് നമ്മിൽ ഒരുവനായി ആത്മാവിൽ മാത്രമല്ല ശരീരത്തിലെയും നമ്മളിൽ ഒരാളായി മാറി. അതാണ് മനുഷ്യന്റെ രണ്ടാമത്തെ മഹത്വം. മൂന്നാമതായിട്ട് അവന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ പറയുക, ഈശോ ശരീരത്തോടെയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അവന്റെ ഉത്ഥാനം എന്ന് പറയുന്നത് ശരീരത്തോടെയുള്ള ഉത്ഥാനമായിരുന്നു.
മനുഷ്യ മഹത്വത്തെ വിളംബരം ചെയ്യുന്നതും ഇത് തന്നെയാണ്. ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിലൂടെ നമ്മളും അതിൽ പങ്കുചേരുന്നു. ഇതുപോലെ തന്നെ അന്തിമ വിധി ദിവസത്തില് നമ്മളും ഉടലോടെ ശരീരത്തോടുകൂടി നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്ന വിശ്വാസം. ഇതാണ് യഥാർത്ഥ ഈ ആത്മീയത എന്ന് പറയുന്നത്. അതായത് ശരീരത്തെ നിഷേധിക്കലല്ല ആത്മീയത, മറിച്ച് ദൈവം കാണുന്നത് പോലെ എൻ്റെ ശരീരത്തെ ഞാൻ കാണലാണത്. അതായത് ക്രിസ്തീയ ആത്മീയത എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തെ നിഷേധിച്ച് എൻ്റെ ആത്മാവിനെ മാത്രം എടുക്കലല്ല, മറിച്ച് എൻ്റെ ദൈവം എങ്ങനെ എൻ്റെ ശരീരത്തിനെ കാണുന്നുവോ അതുപോലെ തന്നെ എനിക്കും കാണാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കണം അത്. ഇനി ഈ ആത്മീയ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനെ ആത്മീയ വളർച്ചയ്ക്ക് പ്രധാനമായും 3 ഘട്ടങ്ങളായിട്ടാണ് പറയുക. 3 ഘട്ടങ്ങൾ ഉണ്ടാവും ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക്. ഒന്ന് ശുദ്ധീകരണ ഘട്ടം, അല്ലെങ്കിൽ ദ സ്റ്റേജ് ഓഫ് പ്യൂരിഫിക്കേഷൻ. 2 പ്രകാശിത ഘട്ടം, അല്ലെങ്കിൽ എ സ്റ്റേജ് ഓഫ് ഇല്ലൂമിനേഷൻ. 3 ദൈവൈക്യ ഘട്ടം, സ്റ്റേജ് ഓഫ് യൂണിഫിക്കേഷൻ. ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ആത്മീയ വളർച്ച സാധിക്കുന്നത്. ഒന്ന് ആദ്യമായി ശുദ്ധീകരിക്കപ്പെടുന്നു, പിന്നെ നമ്മൾ അറിവിലേക്ക് നയിക്കപ്പെടുന്നു, പ്രകാശിത ഘട്ടത്തിലേക്ക് കടക്കുന്നു, അവിടെ നിന്ന് നമ്മൾ ദൈവവുമായ ഒരു ഐക്യത്തിലേക്ക് കടക്കുന്നു. ഇതാണ് യഥാർത്ഥത്തില് ആത്മീയ വളർച്ചയുടെ 3 ഘട്ടങ്ങൾ. ഇനി ഈ 3 ഘട്ടങ്ങളെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഈ ആത്മീയ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് ദൈവ സ്നേഹാനുഭവത്തിലേക്ക് നമ്മൾ ദാഹിക്കുന്ന ഒരു അവസ്ഥയാണത്. പാപങ്ങളെ കണ്ടെത്തി നീക്കിക്കളയാൻ നമ്മുടെ ആത്മാവ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രകാശിത ഘട്ടമാണ്. അവിടെയോ എന്റെ പാപങ്ങൾ എന്നിൽ നിന്നും പതുക്കെ പതുക്കെ മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ എൻ്റെ ദൈവത്തെ പതുക്കെ പതുക്കെ ദൈവിക അനുഭവത്തിലേക്ക് അടുക്കുന്നു. അപ്പം ദൈവത്തിലേക്ക് ഞാൻ അടുക്കുമ്പോൾ ഞാൻ പുണ്യങ്ങൾ തേടും, വിശുദ്ധിയും സ്വർഗവും ആത്മാവിന്റെ ലക്ഷ്യമായി തീരും. അപ്പോൾ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഘട്ടത്തിൽ ആത്മാവ് സ്നേഹത്തിൽ ഉറപ്പിക്കപ്പെടുന്നു. ചെറിയ പാപങ്ങൾ പോലും വീഴാതെ ദൈവത്തിലേക്കും ആത്മാവിനെ താങ്ങി നിർത്തുന്നു. സ്വർഗമോ വിശുദ്ധിയോ ലക്ഷ്യമല്ലാതാവുന്നു. ഈ 3ാമത്തെ ഘട്ടത്തിൽ അതുമുണ്ടല്ലോ. നമ്മൾ 2ാമത്തെ ഘട്ടത്തിൽ സ്വർഗവും വിശുദ്ധിയും ലക്ഷ്യമാണെങ്കിൽ, 3ാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴോ സ്വർഗവും വിശുദ്ധിയും ഒന്നും നമ്മുടെ ലക്ഷ്യമല്ലാതായി മാറും. മറിച്ച് ആത്മാവ് ദൈവപ്രീതി മാത്രം തേടുന്ന ഒരവസ്ഥയാണ്. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ പ്രീതിക്കും വേണ്ടി മാത്രം ദാഹിക്കുന്ന ഒരു ആത്മാവായി ഈ ആത്മാവ് മാറും. 3 ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞത്: ശുദ്ധീകരണ ഘട്ടം, പ്രകാശിത ഘട്ടം, ദൈവൈക്യ ഘട്ടം. ഇതിനെക്കുറിച്ച് ദൈവൈക്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ, അവിടെ ആത്മാവ് ആനന്ദപൂർണതയും സഹനപൂർണതയും സ്നേഹപൂർണതയും ആസ്വദിക്കും. 3 തരത്തിലുള്ള ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തും. നമ്മളത് 6ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അതിനെ കുറിച്ച് പഠിക്കും. ആത്മാവ് സ്നേഹമായി മാറും. പതുക്കെ പതുക്കെ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആത്മാവ് യഥാർത്ഥത്തിൽ സ്നേഹമായി മാറുകയാണ്. നമ്മൾ സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ആദ്യമേ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ, സഭയിൽ പല തരത്തിലുള്ള ആധ്യാത്മതകളുണ്ട്. അടിസ്ഥാനമായി ഒന്നാണെങ്കിലും ഇപ്പൊ പല ഭാവത്തിലും പല രൂപത്തിലും വ്യത്യസ്തങ്ങളാണ്. വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള, അല്ലെങ്കിൽ അമത്രേസ്യ, കൊച്ചു തെരേസ, ഇവരൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ യോഹന്നാൻ, ജോൺ ഓഫ് ദ ക്രോസ്, ഇവരുടെ ഒക്കെ ആത്മീയമായ ജീവിതം എടുത്തു നോക്കിയാൽ അവർ പല രീതികളിലാണ് അതിലേക്ക് കടക്കുന്നത്. പുതിയ ആത്മീയ രീതികൾ ഇനിയും സഭയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ പലതരത്തിലുള്ള പുതിയ ആത്മീയ രീതികളിലേക്ക് കടക്കുന്നതായിട്ട് നമ്മൾ കാണാം. ഇപ്പൊ മനുഷ്യ ആത്മാവിന്റെ ദാഹം എന്ന് പറയുന്നത് തന്നെ, നമ്മൾ ഈ ആത്മീയത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആത്മീയത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. അതിന് 3 ഘട്ടങ്ങളുണ്ട്. ഈ ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്ന് ഞാൻ ദൈവവുമായി ഐക്യപ്പെടുന്ന ഒരവസ്ഥയാണ് ആത്മീയത എന്ന് നമ്മൾ പറഞ്ഞു. ഇനി 2ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ആത്മാവിൽ അല്ലെങ്കിൽ മനുഷ്യാത്മാവിന് ഒരു ദാഹം. ഈ ദാഹത്തിൽ നിന്നാണ് ആത്മീയ പുറപ്പെടുക. അതായത് മനുഷ്യാത്മാവ് ദൈവാത്മാവുമായുള്ള ഐക്യത്തിനായി ദാഹിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ സ്വന്തം ഛായയിലും സദൃശ്യത്തിലും മാത്രമല്ല സൃഷ്ടിച്ച, അതിന് നൽകിയ ഈ ആത്മാവിലൂടെ ഈ ആത്മാവിന്റെ ഒരു ദാഹം, ദൈവത്തിൽ തന്നെ തിരിച്ചെത്താനുള്ള ഒരു ദാഹം എല്ലാ മനുഷ്യനിലും ഉണ്ടാവും. ദൈവത്തെ കൂടാതെ മനുഷ്യാത്മാവിന് സംതൃപ്തിയും സമാധാനവും ലഭിക്കുക സാധ്യമല്ല എന്ന തിരിച്ചറിവാണിത്. ഈ ദാഹം നമുക്ക് എല്ലാവരിലും ഉണ്ടായിരിക്കും. സങ്കീർത്തനത്തിൽ 130 നമ്മൾ 5-6 വായിക്കുന്ന എങ്ങനെയാ പറയാം? എൻ്റെ ആത്മാവ് കർത്താവിനായി ദാഹിക്കുന്നു. സങ്കീർത്തനം 84 നമ്മൾ വായിക്കുകയാണെങ്കിൽ 1-2 ഇങ്ങനെ പറയും: എൻ്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നു. 3ാമത്തതോ എഗെയിൻ നമ്മൾ 42 സങ്കീർത്തനം 42 1-2 വായിക്കുകയാണെങ്കിൽ പറയുക: ഞാൻ നീർച്ചാല് തേടുന്ന മാൻപേട പോലെയാണെന്ന് പറയാം. അത് ദൈവത്തെ ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കും. ആ ആത്മാവിന്റെ ദാഹത്തിന് സഭ പഠിപ്പിക്കുന്നതനുസരിച്ച് സഭാപിതാക്കന്മാര് 4 കാരണങ്ങളാണ് നമുക്ക് പറഞ്ഞു തരിക. എന്തുകൊണ്ടാണ് ഈ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നത്?
ദൈവത്തെ പ്രാപിക്കുക എന്നത് മനുഷ്യാത്മാവിന്റെ ലക്ഷ്യമാണ്. ഒന്നാമതായിട്ട് മനുഷ്യന്റെ ആത്മാവിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൽ എത്തിച്ചേരുക, ദൈവത്തെ പ്രാപിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ദാഹം ഉണ്ടാവും. രണ്ടാമതായി സ്വന്തം ഛായയിലും സദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആത്മാവിനെ ദൈവം നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ദൈവാത്മാവ് നമ്മളിൽ ഉള്ളിടത്തും ദൈവം നമ്മളെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ചത് കൊണ്ടും അതിനെപ്പോഴും ആ ദാഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. മൂന്നാമത്, ഈശോ തന്റെ തിരുരക്തത്താൽ വീണ്ടെടുത്തതാണ്. അവൻ നൽകിയ പാപപരിഹാര ബലിയിലൂടെ വീണ്ടെടുത്തവരാണ് നമ്മൾ. ഇത് തിരിച്ചറിയുന്ന ആത്മാവ് ആ ദൈവത്തിനായി ദാഹിച്ചുകൊണ്ടേയിരിക്കും. നാലാമതായിട്ട്, പൂർണ്ണത ആഗ്രഹിക്കുന്നത് കൊണ്ട് പൂർണ്ണതയിലേക്ക് വളരാൻ തക്ക വിധമാണ് മനുഷ്യാത്മാവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, മനുഷ്യാത്മാവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് തന്നെ പൂർണ്ണത കൈവരിക്കുക എന്നതായിരിക്കും. ഈ പൂർണ്ണതയിലേക്ക് എത്താനുള്ള ശ്രമവും കൂടെ ഉണ്ടാവും. അത് ഈ 4 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ദാഹത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമ്മൾ പറയുക. ഇനി ദൈവാനുഭവത്തിലേക്കുള്ള വളർച്ച അതെങ്ങനെയാണ് സ്വാധീനിക്കുക? പാപത്തിന്റെ സ്വാധീനം കൊണ്ട് നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത്, ഈ ഒരു ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിലും നമ്മുടെ ഒക്കെ ഉള്ളില് 2 പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒന്ന്, പാപത്തിന്റെ സ്വാധീനം നമ്മളിലൊക്കെ ഉണ്ട്. ആദ്യ പാപത്തിന്റെ ഫലവും അതിന്റെ സ്വാധീനവും നമ്മളിലുണ്ട്. പിന്നെ നമ്മുടേതായ ഇന്ദ്രിയങ്ങളുടെ പ്രേരണകളാല് പലപ്പോഴും നമ്മുടെ ഈ ആത്മാവ് ഒരു തരം മയങ്ങിയ അവസ്ഥയിലായിരിക്കും. അതായത് ഒന്ന്, ഒരു അസുഖം പിടിക്കുന്ന പോലെ, എന്റെ ശരീരത്തിന് അസുഖം പിടിക്കുമ്പോൾ എനിക്ക് വളരെ തളർച്ച തോന്നുന്നത് പോലെ ആത്മാവ് ഈ 2 കാരണങ്ങളാല്, ഒന്ന് പാപബോധത്താല്, പാപങ്ങളുടെ കാരണം, പാപത്തിന്റെ ശക്തി കാരണം, 2 എന്റെ ഇന്ദ്രിയങ്ങളിലൂടെ വന്നു പോവാവുന്ന പ്രേരണകളില് അല്ലെങ്കിൽ പോരായ്മകളിലൂടെ ഈ ആത്മാവ് എപ്പോഴും ഒരു മയക്കത്തിലായിരിക്കുന്നതാണ് ജോൺ ഓഫ് ദ ക്രോസ് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുക. എന്നാൽ ഇത് ദൈവാനുഭവത്തിലേക്ക് വളരണമെങ്കിൽ എന്ത് വേണം? അത് ദൈവത്തിലേക്ക് ഉണർന്നെണീക്കാൻ പറ്റണം. അത് ഉണർന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ സമരിയക്കാരി, അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയക്കാരിയുടെ ഭാവം വായിക്കുന്നത്. ഈശോ ജീവജലം കൊടുക്കാം എന്ന് പറയുന്ന ആ അവസ്ഥ. ഈ സമരിയക്കാരിയായ സ്ത്രീ പതുക്കെ പതുക്കെ ആത്മാവ് ദാഹിക്കുന്നത് കിണറ്റിലെ ജലത്തിനായാലും മറിച്ച് മിശിഹായ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ തിരിച്ചറിവിലേക്ക് അവൾ എത്തിക്കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്? കൊണ്ടുവന്ന ജലം കോരിയെടുക്കാൻ കൊണ്ടുവന്ന ആ കുടം ആ കിണൽക്കരയിൽ വെച്ചിട്ട് അവൾ തിരിച്ചു പോവുകയാണ്. കാരണം ആത്മാവിന്റെ ഉണർവിൽ അവൾ തിരികെ പോവുകയാണ്. ആത്മാവിന്റെ ദാഹം ഭൗതിക നന്മകൾക്കായല്ല, മറിച്ച് ആന്തരികമായ ആത്മാവിന്റെ ദാഹമാണത്. അപ്പം അത് തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് അവൾ മാറുന്നത് പോലെ, അല്ലെങ്കിൽ ആന്തരികമായ ഈ ആവശ്യങ്ങൾ കൊണ്ട് ആത്മാവ് തൃപ്തരാകുമെന്ന സാത്താന്റെ പലപ്പോഴും നമ്മളുടെ ഒരു ധാരണ ഇതാണ്. ഭൗതികമായ പല ഘടകങ്ങളിലൂടെ നമ്മുടെ ആത്മാവ് സംതൃപ്തരാകുമെന്ന് അത് സാത്താൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു നുണയാണെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 4:10 വായിക്കണേ നമുക്ക് ബോധ്യമാവുക. ദൈവ സാന്നിധ്യം ആത്മാവ് എപ്പോഴും തിരിച്ചറിയും. ദൈവിക സാന്നിധ്യം തിരിച്ചറിയാനുള്ള കഴിവ് ആത്മാവിനുണ്ട്. ഇത് ദൈവം സൗജന്യമായി നമുക്ക് ഓരോരുത്തരും നിൽക്കുന്ന ഒരു ദാനമാണ്. അത് തിരിച്ചറിയാൻ ഒരു എക്സ്ട്രാ 6th സെൻസ് അല്ല നമുക്ക് വേണ്ട. ആത്മാവിന് അതിനുള്ള കഴിവുണ്ട്. പക്ഷെ ഈ ആത്മാവ് പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? ഇന്ദ്രിയമായ പ്രേരണകൾ കൂടെയും എന്റെ പഴയ പാപബോധത്തിൽ നിന്നും ഒക്കെ ഒരു മയങ്ങിയ അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും തിരിച്ചറിയാറില്ല. വെളിപാടിന്റെ പുസ്തകത്തിൽ 21:6 വായിക്കുകയാണെങ്കിൽ അതിങ്ങനെയാ പറയുന്നത്: ഞാൻ ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് ഞാൻ സൗജന്യമായി ഞാൻ കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ ദാഹം ഉണ്ടെങ്കിൽ ദൈവം തീർച്ചയായും അത് തരുമെന്ന് വെളിപാടിന്റെ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവാത്മാവിനായി കൊതിച്ചുകൊണ്ട് ഉണരുക ആത്മീയ ജീവിതത്തിന്റെ ആദ്യ വഴിയാണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബർത്തിമേയോസിന്റെ മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ് ബർത്തിമേയോസ് എങ്ങനെ സൗഖ്യം നേടുന്നു എന്നത്. കണ്ണുകൾ കൊണ്ട് അവന് കാണാൻ പറ്റാത്തത് ഉൾക്കാഴ്ച കൊണ്ട് അവൻ തിരിച്ചറിയാണ്. അത് ഈശോ അതിലെ നടന്നു പോകുന്ന ജെറീക്കോയിൽ നിന്ന് നടന്നു പോകുന്നത് അവന്റെ ഉൾക്കാഴ്ചയിൽ അവൻ തിരിച്ചറിയാണ്. എന്നിട്ട് അവൻ കരയുകയാണ്. അവൻ എന്താണ് പറയുന്നത്? ദാവീദിന്റെ പുത്ര, എന്റെ മേൽ കരുണയായിരിക്കണമേ. നഗ്ന നേത്രങ്ങൾക്ക് കൊണ്ട് കാണാൻ പറ്റാത്തത് ആന്തരികമായ ഒരു കണ്ണുകൾ കൊണ്ട് അവൻ കണ്ടെത്തുകയാണ്. സങ്കീർത്തകൻ 143 6-7 നമ്മളോട് ഇങ്ങനെ പറയുക: ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു, ഉണങ്ങി വരേണ്ട നിലം പോലെ എന്റെ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു, എന്നിൽ നിന്നും മുഖം മറക്കരുത്. മനോഹരമായ ഒരു പ്രാർത്ഥനയത്. അതായത് എന്റെ ഹൃദയം എപ്പോഴും ദൈവത്തിന് വേണ്ടി, ഈ ആത്മാവ് എപ്പോഴും ദൈവത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവ് ഉണർന്ന് ഈശോയെ അനുഭവിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആത്മാവിന്റെ ഭാഷകൾ രൂപപ്പെട്ടു തുടങ്ങും.
ഇതാണ് സൗഖ്യം. നമ്മൾ പലപ്പോഴും സൗഖ്യം എന്ന് പറയുന്നത് അത് ഭൗതികമായ പലതരം സുഖങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗശാന്തിക്ക് വേണ്ടിയാണ് നമ്മൾ സൗഖ്യം എന്ന് പറയുന്നത്. യഥാർത്ഥ സൗഖ്യം എന്ന് പറയുന്നത് ആത്മാവ് ദൈവത്തിന്റെ ഭാഷ പതുക്കെ പതുക്കെ മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കുന്ന ഒരവസ്ഥയാണത്. അഭിഷേകത്തിന്റെ തുടക്കമായിരിക്കും അത്. അപ്പോൾ അവിടുത്തെ സ്നേഹത്താലാണ് ആത്മാവിനെ ഈശോ ഉണർത്തുക. അപ്പോൾ വൈകാരിക സ്നേഹമായിരിക്കരുത് അത്. പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങളിലും നമ്മുടെ വിശ്വാസ സത്യങ്ങളിലും പലപ്പോഴും വൈകാരികത കടന്നുകൂടുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ കുറച്ചുകൂടി ദൈവത്തോട് അടുക്കുമെന്ന്. എന്നാൽ ഈ വൈകാരികത പലപ്പോഴും നമ്മുടെ ആത്മീയ പതനത്തിന് മാത്രമേ സഹായിക്കുകയുള്ളൂ. സ്ഥിരമായ ഒരു സ്നേഹം അതുണ്ടാകുമ്പോൾ മാത്രമേ ഈ ഒരു വൈകാരികത മാറി നമ്മൾ ആത്മീയമായ ഒരു സ്നേഹത്തിലേക്ക് കടക്കുകയുള്ളൂ. ദൈവ സാന്നിധ്യ സ്മരണ ഉണ്ടായിരിക്കുകയാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ദൈവ സാന്നിധ്യം തിരിച്ചറിയാൻ ആത്മാവ് ബാഹ്യ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആന്തരികതയിൽ ഉണരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അധ്യായത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യത്തിൽ മാത്രം 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, എൻ്റെ ഇന്ദ്രിയങ്ങളും എൻ്റെ പാപങ്ങളും പലപ്പോഴും എൻ്റെ ആത്മാവിനെ ഒരു മയക്കത്തിലേക്ക് തള്ളിവിടാം. എന്നാൽ ദൈവത്തിന്റെ കൃപയിലൂടെ ഈ ആത്മാവ് എപ്പോഴും ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇപ്പൊ ദൈവ സാന്നിധ്യ സ്മരണയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ബാഹ്യ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനും ആന്തരികമായ അറിവുകളിലേക്ക് വളരുവാനും നമുക്ക് കഴിയും. അത് നമ്മളെ ദൈവ സാന്നിധ്യ സ്മരണയിലേക്ക് എത്തിക്കും. അപ്പൊ 3-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം. എന്താണ് ഈ ദൈവ സാന്നിധ്യ സ്മരണ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ദൈവ സാന്നിധ്യത്തിലേക്ക് പതുക്കെ പതുക്കെ ഉണരുന്ന മനുഷ്യാത്മാവ് ഈശോയുടെ സ്നേഹം തേടിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പം പറഞ്ഞു നിർത്തിയതാണ് അത്. അപ്പോൾ ഈശോയുടെ നാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അവിടുത്തെ പ്രവർത്തികൾ ധ്യാനിച്ചുകൊണ്ടും ആത്മാവ് ഈശോയുടെ സാന്നിധ്യ അനുഭവത്തിലേക്ക് വളരും. അപ്പോൾ സുഹൃത ജപങ്ങൾ, പഴയ കാലത്തെ ആളുകളൊക്കെ നമ്മൾ ഒത്തിരിയേറെ സുഹൃത ജപങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മാവ് കുറച്ചുകൂടി ദൈവിക ആത്മീയതയിൽ വളർന്നതായിരുന്നു. അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ദൈവവുമായ അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയതായിരുന്നില്ല, മറിച്ച് ദൈവത്തെ തിരിച്ചറിഞ്ഞ അനുഭവത്തിലൂടെ കടന്നുപോയതായിരുന്നു. സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നത് 84:10 മനോഹരമായ ഒരു വചനമാണിത്. അന്യ സ്ഥലത്ത് 1000 ദിവസത്തെക്കാൾ ദൈവത്തിന്റെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നതിൽ കൂടുതൽ അഭികാമ്യമാണ്. ദുഷ്ടതയുടെ കൂടാരത്തിൽ വാഴുന്നതിനേക്കാൾ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇത് ആത്മാവ് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ്. ഇത് സങ്കീർത്തകൻ പറയുന്നതാണ്, എന്റെ ആത്മാവ് പതുക്കെ പതുക്കെ ദൈവ സാന്നിധ്യ സ്മരണയിലേക്ക് ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ വരികയാണ്. ഈ അനുഭവം ഒരു തരം സ്വർഗീയ അനുഭവമാണ്. ദൈവ സാന്നിധ്യ അനുഭവം നഷ്ടമായ ആത്മാവിന്റെ നൊമ്പരം നരകതുല്യമാണെന്നാണ് യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുക. ഒരേ സമയം ശരീരത്തിന്റെ സ്വാഭാവിക ജീവിതത്തിലും ആത്മാവിന്റെ ദൈവിക ജീവിതത്തിലും ആയിരിക്കുന്നത് കൊണ്ടും ഇവ തമ്മിൽ പരസ്പരം പൊരുത്തമില്ലാത്തതിനാലും ആത്മാവ് അനുഭവിക്കുന്ന ഞെരുക്കമാണ്. നമ്മളതിനെ ഇങ്ങനെയാണ് പറയുക, വൈരുദ്ധ്യാത്മക അസ്തിത്വ ഞെരുക്കം. ഓർത്തു വെച്ചോ, വൈരുദ്ധ്യാത്മക അസ്തിത്വ ഞെരുക്കം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരേ സമയത്ത് എൻ്റെ ശരീരത്തില് സ്വാഭാവികമായ ജീവിതത്തിനും എന്നാൽ ദൈവിക ആത്മാവിന്റെ ജീവിതത്തിലും ആയിരിക്കുന്നത് കൊണ്ട് ഇവ തമ്മിൽ ഒരിക്കലും ഒരു പൊരുത്തം ഉണ്ടാവില്ല. ആത്മാവും ശരീരവും തമ്മിൽ ഒരിക്കലും ഒരു പൊരുത്തം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഞെരുക്കമുണ്ട്, ഒരു ചെറിയ കണ്ണീരിന്റെ ഒരു നൊമ്പരത്തിന്റെ ഒരു സമയം. ഇതിനെയാണ് ആത്മാവിന്റെ നൊമ്പരം എന്ന് ജോൺ ഓഫ് ദി ക്രോസ് വിളിക്കുക. ദൈവ സാന്നിധ്യ സ്മരണ പുലർത്താൻ 4 ധ്യാനങ്ങളെ കുറിച്ച് ഫ്രാൻസിസ് സാലസ് നമ്മളെ ഓർപ്പിക്കുന്ന 4 തരത്തിലുള്ള ധ്യാനങ്ങളാണ് ദൈവസ്മരണയിലേക്ക് വളരാൻ നമ്മെ സഹായിക്കുക. അദ്ദേഹം ഇങ്ങനെ 4 കാര്യങ്ങളാണ് പറയുക. ഒന്ന്, ദൈവിക അവബോധം സൂക്ഷിക്കുക, എല്ലായിടത്തും സന്നിഹിതൻ, അവയർനെസ്. ദൈവം എല്ലായ്പ്പോഴും എല്ലായിടത്തും സന്നിഹിതനാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുക. 1. 2, ദൈവം നാം ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ മാത്രമല്ല നമ്മുടെ ഹൃദയങ്ങളിലും ആത്മാവിന്റെ ആഴങ്ങളിലും സന്നിഹിതനാണെന്ന സത്യം ധ്യാനിക്കുക. എന്റെ ഹൃദയത്തിലും എൻ്റെ ആത്മാവിലും സന്നിഹിതനാണ് ഈ ദൈവം എന്ന് ഞാൻ തിരിച്ചറിയുക. 3-മതായിട്ട് അദ്ദേഹം പറയുന്ന ഇതാണ്, ഈശോ എല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെയും പ്രാർത്ഥനയിലായിരിക്കുന്നവരെയും അവരവരുടെ പ്രവർത്തനങ്ങളെയും സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്നെ എന്നും സൂക്ഷിച്ചു വീക്ഷിക്കുന്ന ഒരു ദൈവമാണ് എനിക്കുണ്ട് എന്ന ധ്യാനത്തിലേക്ക് കടക്കുക. 4-മതായിട്ടോ, അവിടെ നമ്മുടെ അടുത്ത് ദിവ്യനാഥൻ സന്നിഹിതനായിരിക്കുന്നത് അവിടുത്തെ മനുഷ്യരൂപം ഭാവനയിൽ കണ്ടുകൊണ്ട് സ്മരണ പുലർത്തിക്കൊണ്ടായിരിക്കണം. അതായത് ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചിരുന്നു. ആ ജീവിച്ചിരുന്ന മനുഷ്യനായ ക്രിസ്തുവിനെ എൻ്റെ ഭാവനയിൽ കൊണ്ട്, ഭാവന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനമാണ്.
ആ ഭാവനയിൽ കൊണ്ടുവരാനും ആ ഭാവനയിൽ ധ്യാനിക്കാനും എനിക്ക് കഴിയണം. ഈ 4 കാര്യങ്ങളാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് നമ്മളോട് ദൈവിക സാന്നിധ്യ സ്മരണയിൽ ജീവിക്കുവാൻ നമുക്ക് വേണ്ട. 1, ദൈവത്തോടുള്ള അവയർനെസ്സിൽ ജീവിക്കുക. 2, എൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ ഞാൻ തിരിച്ചറിയുക. 3, എല്ലാ മനുഷ്യരെയും എല്ലാ സമയത്തും സദാ വീക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുക. 4-മതായിട്ട് ഈ ദൈവം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഭാവനയിൽ സൃഷ്ടിച്ചെടുക്കുന്നതല്ല, മറിച്ച് 2000 വർഷങ്ങൾക്കും ഭൂമിയിൽ ജനിച്ച ആ ദൈവത്തിനെ ഒരു ഭാവനയിൽ മനുഷ്യനായി കാണാൻ എനിക്ക് കഴിയുക. അങ്ങനെ ധ്യാനിക്കുക. ഈ 4 കാരണങ്ങളാണ് പറയുക, 4 കാര്യങ്ങൾ പറയുക. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ നമുക്ക് ദൈവം ആത്മാവിൽ സന്നിഹിതനായിരിക്കുന്നത് 3 തരത്തിലാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1, സത്താത്മകമായ സാന്നിധ്യം. 2, പ്രസാദ വരത്താലുള്ള സാന്നിധ്യം. 3, ആധ്യാത്മിക സൗഹൃദം മൂലമുള്ള സാന്നിധ്യം. 3 സാന്നിധ്യങ്ങളെ കുറിച്ച് പറയാം. സത്താത്മകമായ സാന്നിധ്യം. എന്താണ് ഈ സത്താത്മകമായ സാന്നിധ്യം? നീതിമാന്മാരിലും വിശുദ്ധരിലും മാത്രമല്ല, പാപികളിലും എല്ലാവരിലും സകല സൃഷ്ട വസ്തുക്കളിലും ജീവനും അസ്തിത്വവും നൽകിക്കൊണ്ട് സന്നിഹിതനായിരിക്കുന്ന ഒരു ദൈവം. അതാണ് സത്താത്മകത, ദി എസെൻസ്. എന്റെ സത്ത എന്ന് പറയുന്നത് എന്നിൽ ഉണങ്ങിയിരിക്കുന്ന ദൈവം എന്നത്. പ്രസാദ വരത്താലുള്ള ഒരു സാന്നിധ്യമുണ്ട്. അതായത് പ്രീതിയോടും സംതൃപ്തിയോടും കൂടെ ദൈവം ആത്മാവിൽ വസിക്കുന്ന അവസ്ഥയാണിത്. വളരെ സന്തോഷത്തോടും പ്രീതിയോടും ആനന്ദം, നമ്മളൊരു ആനന്ദം അനുഭവിക്കും, നമ്മുടെ ആത്മാവ് ഒരു ആനന്ദം അനുഭവിക്കും. എന്നാൽ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എന്ന ബോധ്യത്തില് നിന്റെ ഹൃദയം ഒരു ദൈവത്തിന്റെ ആലയമല്ലേ എന്ന് അപ്പോസ്തലൻ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ചോദിക്കുന്നത് പോലെ ആ ഒരു അവസ്ഥയിൽ കഴിയാം. പക്ഷെ എന്നാൽ മാരകമായ പാപങ്ങള് ഈ അവസ്ഥയിൽ നിന്നും എന്നെ മാറ്റിയെടുത്തേക്കാം, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ എനിക്ക് നഷ്ടമാക്കിയേക്കാം. 3-മതായിട്ട് ആധ്യാത്മികമായ സൗഹൃദം മൂലമുള്ള സാന്നിധ്യം. കത്തോലിക്കരായവർക്ക് ആത്മാവിൽ നൽകുന്ന സാന്നിധ്യമാണ് 4-മത് നമ്മൾ പറയുന്ന കൗദാശികപരമായ സാന്നിധ്യം. ഇന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്തവര് അല്ലെങ്കിൽ കാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈ കൗദാശികമായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ എൻ്റെ ആത്മാവിൽ അനുഭവിച്ച് രുചിച്ചറിയുന്ന ഒരവസ്ഥ. ദൈവരാജ്യ രഹസ്യങ്ങൾ ഈ വ്യാഖ്യാനിച്ച് നൽകപ്പെടുന്ന ഒരവസ്ഥയാണിത്. ഇത് അപ്പോസ്തലന്മാരുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ ഇതൊക്കെ പഠിച്ച് ദൈവം എനിക്ക് നേരിട്ട് എന്നിലേക്ക് കടത്തിവിട്ടതാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എത്ര കാലം ദൈവ സാന്നിധ്യ സ്മരണ പരിശീലനം, അപ്പൊ ഈ ദൈവ സാന്നിധ്യ പരിശീലനം നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന പറയുന്നത് എത്ര കാലം ഞാൻ നിൽക്കണം. പലപ്പോഴും നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും ഇത് എനിക്ക് ആവശ്യമില്ല എന്ന്. എന്നാൽ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ നമ്മളോട് പറയുക, മരണം വരെ ഈ ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കാൻ കഴിയണം. ഈ ദൈവിക സാന്നിധ്യ സ്മരണ എന്റെ മരണം വരെ എന്നിലുണ്ടാവണം. ദൈവത്തിൻ്റെതല്ലാതെ തനിക്ക് സ്വന്തമായ ഹിതങ്ങൾ ഇല്ലാതായി തീരുന്ന ഒരു അവസ്ഥയായിരിക്കും ഇതെന്നാണ് ബ്രദർ ലോറൻസ് നമ്മളെ പഠിപ്പിക്കുക. പരിശീലിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിനുവേണ്ടി നമ്മൾ പരിശീലിക്കുമ്പോൾ ബുദ്ധി സംശയത്തിന്റെ മേഖലയിലൂടെ കടന്നു പോകും. ദൈവം എന്ന് പറയുന്നത് ഒരു മിഥ്യയാണെന്ന് വരെ നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകാം. അതായത് പലതരത്തിലുള്ള പ്രലോഭനങ്ങളിലേക്ക് നമ്മൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കടന്നു പോകാം. ദൈവ സാന്നിധ്യ സ്മരണ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. അത് പ്രാർത്ഥനയിലൂടെയും ഏതാനും മണിക്കൂറുകളിലൂടെ മാത്രമേ. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ദൈവ സാന്നിധ്യ സ്മരണ എന്ന് പറയുന്ന കുറച്ച് സമയം നമ്മൾ സ്മരിക്കും, ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും. എന്നാൽ ദൈവ സാന്നിധ്യ സ്മരണ എന്ന് പറയുന്നത് അത് ഓരോ നിമിഷവും നിലനിർത്തേണ്ടതാണ്. സദാസമയവും ഞാൻ ദൈവത്തിന്റെ ആലയമാണെന്നുള്ള ബോധ്യത്തിൽ വളരുന്ന ഒരവസ്ഥയാണ് ഈ സാന്നിധ്യ സ്മരണ എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ നമ്മൾ അവർ കടന്നു പോകും. ഇപ്പൊ നമ്മൾ സുവിശേഷങ്ങൾ എടുത്താണെങ്കിൽ സക്കേവൂസിന്റെ ജീവിതത്തിൽ സക്കേവൂസ് കടന്നു പോകുന്ന അങ്ങനെ ഒരു അനുഭവത്തിലൂടെയാണ്. ആ അനുഭവത്തിലൂടെ കടന്നുപോയി അതിന്റെ അവസാനമാണ് ആ സാന്നിധ്യത്തിലേക്ക് അവൻ കടന്നു വരുന്നത്. അല്ലെങ്കിൽ മറിയത്തിനെ പോലെ മാർത്ത ഈശോയെ ശുശ്രൂഷിക്കുന്ന സമയത്ത് മറിയം ഈശോയുടെ കാൽക്കിന്റെ ചോട്ടിലിരുന്ന് അവൻ പറയുന്നത് മുഴുവൻ കേൾക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ കുഷ്ഠരോഗിയെ പോലെ ഇങ്ങനെ അവന്റെ സാന്നിധ്യം അനുഭവിച്ച് അല്ലെങ്കിൽ ആ സ്മരണയിൽ ജീവിക്കുന്ന അവസ്ഥ. സങ്കീർത്തനം ഇങ്ങനെ പറയും, 23:6 നമ്മളോട് ഇങ്ങനെ പറയാ, കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നും വസിക്കും. അപ്പം എൻ്റെ കൂടെയുള്ള സഹനങ്ങളെ തൃണവൽഗണിക്കാനും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനും ഇതെന്നെ സഹായിക്കും. അല്ലെങ്കിൽ ദൈവ സാന്നിധ്യ സ്മരണ എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളെയും എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും അതിജീവിക്കാൻ എന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ്.
പ്രലോഭനങ്ങൾ വിശ്വസ്തത തെളിയിക്കാനുള്ള അവസരങ്ങളായി വിശുദ്ധരെ എടുത്ത് നോക്കിക്കറിയാൻ അറിയാം. അവരുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രലോഭനങ്ങളും ഓരോ കഷ്ടപ്പാടുകളും അവർക്കൊരോ അവസരങ്ങളായിരുന്നു. അതായത് ദൈവത്തിലുള്ള തങ്ങളുടെ വിശ്വാസ്യത തെളിയിക്കുവാനുള്ള ഒരു അവസരങ്ങളായിട്ടാണ് ഇവര് ഈ സമയങ്ങൾ എടുത്തിരുന്നത്. അതായത് ഓരോ വേദനകൾ കടന്നു വരുമ്പോൾ, ഓരോ ശത്രുക്കൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ശത്രുക്കളൊക്കെ അവരെ സഹായിക്കുന്നവരാണ് എന്ന ബോധ്യത്തിലേക്ക് അവർ വളരുന്ന ഒരവസ്ഥ. ഈ സ്മരണയിൽ ജീവിക്കുന്ന ആത്മാവ് ഒരിക്കലും ഏകാന്തത അനുഭവിക്കില്ല. പലപ്പോഴും നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഒത്തിരിയേറെ ദൈവിക അനുഭവത്തിലേക്ക് അടുക്കുന്നവരാണെങ്കിൽ നമ്മുടെയൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ തനിച്ചാണെന്നുള്ള തോന്നല്, എന്നെ ആരും മനസ്സിലാക്കുന്നുള്ള ചിന്തകള്, അല്ലെങ്കിൽ ആരും എന്റെ രീതികൾ ആരും പിന്തുടരുന്ന, അല്ലെങ്കിൽ ഞാൻ വിശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ പോകുമ്പോൾ എന്റെ കൂടെയുള്ളവരൊന്നും അത് ചെയ്യാതിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തന്നെ ആ ഒരു ആഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് മാറാം. ഇങ്ങനെയൊക്കെ നമുക്ക് പറ്റാം. അപ്പോൾ ഈ ചിന്തകളൊക്കെ നമുക്കത് വേണ്ടത്ര നമുക്ക് ഈ ദൈവസ്മരണയിൽ പരിശീലനം ലഭിക്കാത്തത് കൊണ്ട് നമുക്ക് തോന്നണം. അല്ലെങ്കിൽ ദൈവ സാന്നിധ്യ സ്മരണയിൽ വളരുന്ന ഒരാള്, പരിശീലിക്കുന്ന ഒരാൾക്ക് ഇതുപോലൊരു തോന്നൽ ഒരിക്കലും ഉണ്ടാവില്ല. തന്നെ ജീവിക്കുമ്പോൾ പോലും താൻ ഒറ്റയ്ക്കാണ് എന്ന തോന്നൽ അവർക്കുണ്ടാവില്ല. അവർക്ക് എപ്പോഴും ദൈവിക സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആത്മാവിന്റെ സൗഖ്യവും ജീവിത വിശുദ്ധിയും ഇവിടെ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവിക സാന്നിധ്യ സ്മരണയിലൂടെ നമ്മൾ കടക്കുകയാണ്. ആ വളർച്ച നമ്മളെ എന്തിനു സഹായിക്കും? നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വളർച്ചയിലെ അല്ലെങ്കിൽ നിയന്ത്രണത്തിലേക്കും ആന്തരികതയുടെ ശക്തിപ്പെടുത്തലിലേക്കും എന്നെ സഹായിക്കും. അതായത് എന്റെ ആധ്യാത്മികത എന്റെ മനുഷ്യാത്മാവിന്റെ ദാനമാണ് ദൈവം എന്ന് തിരിച്ചറിയുന്ന സഹായിക്കുന്നു. അതെന്നെ ദൈവിക സാന്നിധ്യ സ്മരണയിലേക്ക് വളർത്തുന്നു. ഈ ദൈവിക സാന്നിധ്യ സ്മരണ എന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനും ആന്തരികതയെ ശക്തിപ്പെടുത്താനും എന്നെ സഹായിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് കേട്ടോ. 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കിടക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെയും വികാരങ്ങളെയും അടിച്ചമർത്തുന്ന, നിഗ്രഹിക്കുക എന്നൊരർത്ഥമില്ല. ഇപ്പൊ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം അല്ലെങ്കിൽ നിഗ്രഹം എന്ന് പറയുമ്പോൾ ഇന്ദ്രിയങ്ങളെ അടിച്ചമർത്തുക എന്നൊരർത്ഥമല്ല, മറിച്ച് അവയെ ബുദ്ധിക്കും ഇച്ഛാശക്തിക്കും കീഴിലാക്കാനുള്ള കഴിവാണ്, അല്ലെങ്കിൽ അവയെ നിയന്ത്രണ വിധേയമാക്കുക. എന്റെ ഇന്ദ്രിയങ്ങള് എന്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന അവസ്ഥ, എന്റെ ചിന്തകള് എന്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന അവസ്ഥ. പലപ്പോഴും നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ചിന്തകളെ നമ്മൾ നിയന്ത്രിക്കുന്നതിലുപരി നമ്മളുടെ ചിന്തകള് നമ്മളെയാണ് നിയന്ത്രിക്കാറ്, അല്ലെ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ധ്യാനിക്കാനിരിക്കുമ്പോഴൊക്കെ നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മുടെ ചിന്തകളാണോ, ചിന്തകളെ നമ്മളാണോ നിയന്ത്രിക്കാറ്? അപ്പോൾ ഈ ഒരു ആത്മീയ ദൈവിക സാന്നിധ്യ സ്മരണയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു. അതായത് എന്റെ ബുദ്ധിക്കും ഇച്ഛാശക്തിയും കീഴിലാക്കാൻ എനിക്ക് കഴിയുന്ന ഒരവസ്ഥയാണ് ഇന്ദ്രിയ നിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇന്ദ്രിയങ്ങളെ ഇല്ലാതാക്കുക, അടിച്ചമർത്തുക എന്നൊരർത്ഥം അതിനില്ല. തിരിച്ചറിയുക. ശാരീരിക ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും അടയ്ക്കുകയും ചെയ്താൽ മാത്രമേ ആത്മീയമായ ഇന്ദ്രിയങ്ങള് തുറക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ ഉണരുകയുള്ളൂ. അപ്പോൾ എന്റെ ശാരീരികമായ ഇന്ദ്രിയങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ എനിക്ക് കഴിയണം ഈ ഒരു വേളയിൽ. സ്വയം നിഗ്രഹം, നമ്മളിങ്ങനെ 2 കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഒന്ന്, ഒരു ത്യാഗം ഉണ്ടാവും ഈ നിഗ്രഹത്തിനായി, ത്യാഗം. 2, പരിത്യാഗം. ഇതിലൂടെയാണ് നമ്മൾ ഈ ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹത്തിലേക്കും അല്ലെങ്കിൽ നിയന്ത്രണത്തിലേക്കും നമ്മൾ കടക്കുക. ത്യാഗത്തിലൂടെയും പരിത്യാഗത്തിലൂടെയും. അപ്പൊ എന്താണ് ഈ ത്യാഗം? സൃഷ്ടപ്രപഞ്ചത്തോടും വസ്തുക്കളോടുമുള്ള ആസക്തി ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയാണ് ഈ ത്യാഗം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൃഷ്ടപ്രപഞ്ചത്തോടും വസ്തുക്കളോടുമുള്ള എന്റെ ആസക്തി, എന്റെ ആവശ്യങ്ങളല്ല. സൃഷ്ടി എന്ന് പറയുന്നത് എനിക്ക് ചുറ്റുമുള്ളതെല്ലാം എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, എന്നാൽ എന്റെ ആസക്തിക്ക് വേണ്ടിയുള്ള എന്ന ബോധ്യത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. ഈ ശിഷ്യത്വം ഈശോ തന്നെ ശിഷ്യന്മാരോട് പറയുന്നതാണ്. എന്റെ ശിഷ്യനാകണമെങ്കിൽ നിന്നെ തന്നെ നീ പരിത്യജിച്ച് നീ എന്റെ കുരിശും എടുത്ത് എന്റെ പിന്നാലെ വരുമെന്നാണ് ഈശോ പറയുക. ലൂക്കായുടെ സുവിശേഷം 14:33 ശിഷ്യത്വം ത്യാഗം ആവശ്യപ്പെടുന്നു. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ ആർക്കും എന്റെ ശിഷ്യനാവുക സാധ്യമല്ല എന്നാണ് ഈശോ നമ്മളോട് പറയുക. ലൂക്കായുടെ സുവിശേഷത്തില് 9:23, കൊളോസൂസൊക്കെ എഴുതിയ 3:5, റോമാക്കാർക്ക് 8:13, ഇതൊക്കെ നമ്മളോട് പറയുന്നതാണ് ഭാഗങ്ങളാണ്. ഇതൊക്കെ ഈ പാഠഭാഗത്തുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോൾ ഇതൊന്ന് വായിക്കണം, മറക്കാതിരിക്കുക. ഇത് പൂർണ്ണമായും വായിക്കുക. ചില ഭാഗങ്ങൾ ഞാൻ വിട്ടുകളയുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിൽ 18:8 ഇങ്ങനെ പറയുക: നിന്റെ കയ്യോ കാലോ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ നീ അത് വെട്ടിയെറിഞ്ഞുകൊള്ളുക. നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക. അതാണ് യഥാർത്ഥത്തിൽ ഒരു പരിത്യാഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതായത് പഴയ സഭാപിതാക്കൾ നമ്മൾ പറയാണ്, ത്യാഗത്തിലൂടെയും പരിത്യാഗത്തിലൂടെയും മാത്രമാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ.
അപ്പം അതിലൂടെ ഞാനൊരു ക്രിസ്തു അനുകരണത്തിലേക്ക് നീങ്ങും. നിന്നോട് തന്നെ നീ എത്രത്തോളം ബലം പ്രയോഗിക്കുന്നുവോ അത്രത്തോളം ആത്മീയ പുരോഗതി നിനക്ക് ലഭിക്കുമെന്നാണ് ബ്രദർ ലോറൻസ് നമ്മെ ഓർമ്മിപ്പിക്കുക. അതായത് നീ നിന്നോട് തന്നെ എത്രത്തോളം ബലം പുറപ്പെടുവിക്കുന്നു, അല്ലെങ്കിൽ ത്യാഗം സഹിക്കുന്നുവോ, പരിത്യാഗം ചെയ്യുന്നുവോ, എത്രത്തോളം നീ ആത്മീയ ജീവിതത്തിൽ പുരോഗതിയിലേക്ക് വളർന്നുകൊള്ളും. ബാഹ്യ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം. ഇന്ദ്രിയങ്ങളാണ് നമ്മെ ബാഹ്യ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്നത്. ഇവ അടച്ച ആന്തരിക ഇന്ദ്രിയങ്ങളെ സൂക്ഷ്മതയുള്ളതാക്കുന്നതാണ് ഇന്ദ്രിയ നിഗ്രഹം. അപ്പോൾ നമ്മൾ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ബാഹ്യമായ എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളും, കണ്ണ്, കാത്, ത്വക്ക്, എൻ്റെ നാവ്, എൻ്റെ ചെവി, ഇതുപോലെ ഞാൻ കേൾക്കുന്ന ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളെയും വിശുദ്ധ അൽഫോൻസ് ലിഗോരി ഇങ്ങനെ പറയുക, മിക്ക ദുരാശകളും ഉദ്ഭവിക്കുന്നത് സൂക്ഷ്മമില്ലാത്ത വീക്ഷണങ്ങളിലൂടെയാണ്. അപ്പം ഓരോ ഇന്ദ്രിയങ്ങളും എന്നെ പല പാപങ്ങളിലേക്ക് തള്ളിവിടാം. എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് പാപം ചെയ്യാം, എൻ്റെ ചെവികൾ കൊണ്ട് എന്നെ പാപം ചെയ്യാം, എൻ്റെ ത്വക്ക് കൊണ്ട് എനിക്ക് പാപങ്ങൾ ചെയ്യാം, എൻ്റെ സ്പർശനം അല്ലെങ്കിൽ എൻ്റെ നാവുകൾ കൊണ്ട് എനിക്ക് പാപം ചെയ്യാം. ഇങ്ങനെ നോട്ടത്തെ തുടർന്ന് വിചാരവും ഇതിൽ വളരെ സെന്റ് അഗസ്റ്റിൻ നമ്മളെ ഓർപ്പിക്കുന്നതാണോ കൺഫെഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുക, നോട്ടത്തെ തുടർന്ന് വിചാരവും എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ എന്തെങ്കിലും കാണുമ്പോൾ അതെന്നെ വിചാരത്തിലേക്ക് നയിക്കുന്നു. ഈ വിചാരങ്ങളെ തുടർന്ന് അത് എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാക്കുന്നു. ഞാൻ കാണുന്നത് എൻ്റെ കണ്ണിനെ പ്ലീസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അതെൻ്റെ കണ്ണുകൾക്ക് ഒരു സുഖം തരുന്നു. ഈ സന്തോഷത്തെ തുടർന്ന് ഒരു സമ്മതവും കൊടുക്കുന്നു. അങ്ങനെ പാപത്തിലേക്ക് ഒരുവൻ വഴുതി വീഴുന്നു എന്നാ പറയുക. അപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു അശ്ലീലമായ ഒരു ചിത്രം, ഞാനൊരു അശ്ലീലമായ ഒരു ചിത്രം എൻ്റെ മുന്നിൽ കാണുമ്പോൾ ഈ കണ്ട ചിത്രം എൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നു, എൻ്റെ ഭാവനയിലേക്ക് കടന്നു വരുന്നു. എൻ്റെ വിചാരം എനിക്ക് ഒരു തരത്തിലുള്ള ഒരു സന്തോഷം തരുന്നു. ഈ സന്തോഷം എനിക്ക് ഒരു തരത്തിലുള്ള സമ്മതവും കൂടെ കൽപ്പിച്ചു തരുന്നു. അത് ഓക്കെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ കടക്കുന്നു. അതിലൂടെ ഒരാൾ പാപത്തിലേക്ക് വീഴുന്നു. സുഖം അന്വേഷിക്കുക എന്നത് നമുക്കറിയാം, നമ്മുടെ എല്ലാ ശരീരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സുഖം അന്വേഷിക്കുക. ആത്മാവിന്റെ പ്രത്യേകത ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സുഖം അന്വേഷിക്കുക എന്നതാണ്. അപ്പോൾ ക്രമേണ പാപസുഖങ്ങളിലേക്ക് നമ്മളെ അത് എത്തിക്കും. അത് പലതരത്തിലുള്ള സുഖങ്ങളാവാം, ഭക്ഷണ സുഖങ്ങളാവാം, ജഡിക സുഖങ്ങളാവാം, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് കാരണങ്ങളാവാം. ഇങ്ങനെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ ഒരു പക്ഷേ ആന്തരികതയിലെ ശക്തി പെടാതിരിക്കാം. പ്രഭാഷകന്റെ പുസ്തകത്തില് 18, 30, 31 അധമ വികാരം നീ അനുഭവിച്ചാൽ നീ ശത്രുക്കൾ പരിഹാസപാത്രമാവുമെന്ന് പറയുക. നിന്റെ അധമമായ വികാരങ്ങൾക്ക് വേണ്ടി നീ അടിപ്പെട്ടു പോയാൽ നീ ശത്രുക്കൾക്ക് പരിഹാരപാത്രമായി മാറുമെന്ന്. സ്വാഭാവിക ജീവിതത്തിൽ അനുവദനീയവും ആവശ്യവും എന്ന് തോന്നുന്ന പല കാര്യങ്ങളെയും നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം. അതായത് ഇഷ്ടമുള്ള ആഹാരമായിരിക്കാം, കൂടുതലുള്ള സുഖ സൗകര്യങ്ങളായിരിക്കാം, ഇതൊക്കെ എൻ്റെ ആവശ്യകതയായിരിക്കാം. എന്നാൽ ആവശ്യകത കടന്നു പോകുന്ന ഒരു സമയം ഉണ്ടാവും. ആ അവസ്ഥയെ ഞാൻ തിരിച്ചറിഞ്ഞ് അതിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയണം. ആഗ്രഹ നിയന്ത്രണത്തോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഓർമ്മയെയും ഭാവനയെയും ചിന്തയെയും, അതായത് നമ്മൾ നിയന്ത്രണ വിധേയത്തിലാക്കേണ്ടതാണ്. അതായത് നമുക്ക് ഇന്ദ്രിയങ്ങളെ എന്നതിലുപരി ആന്തരികമായ ഇന്ദ്രിയങ്ങളെയും, എൻ്റെ ഓർമ്മയാവാം, മൈ മെമ്മറി, മൈ ഇമാജിനേഷൻ, മൈ തോട്ട്സ്, ഇതിനെ കൂടെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയണം. ആത്മീയമായി അഭിവൃദ്ധിയിലേക്ക് ഞാൻ കടക്കണമെങ്കിൽ ഇത് മൂന്ന്. കാരണം ആലോചിച്ച് എനിക്ക് ഈ ബാഹ്യമായുള്ള ഈ ഇന്ദ്രിയങ്ങളെ മാത്രം നിയന്ത്രിച്ചുകൊണ്ടായില്ല. കാരണം അതെൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഭാവനയെ പലതരത്തിലേക്ക് കൊണ്ടുപോകാം, എൻ്റെ ചിന്തകളെ മാറ്റിയെടുക്കാം, എൻ്റെ ഓർമ്മകൾ, പലതരത്തിലുള്ള പഴയ പാപത്തിന്റെ ഓർമ്മകളും സുഖങ്ങളും പലപ്പോഴും എന്നെ ദൈവിക ചിന്തയിൽ നിന്നും ദൈവിക സാന്നിധ്യ സ്മരണയിൽ നിന്നും എന്നെ മാറ്റി നിർത്താം. അത് ശ്രദ്ധിക്കേണ്ട വേറൊരു ഭാഗമാണ്. ചിന്തയാണ്, അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളുടെയും തുടക്കം എന്ന് പറയുന്ന ചിന്തയിലാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് 4 ശാഖകളുണ്ട്. അപ്പം നമ്മൾ ചിന്തകളെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 4 ശാഖകളെ കുറിച്ചും വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. നന്മ, തിന്മ, ജീവൻ, മരണം. ഈ 4 ഭാഗങ്ങൾ കൂടെയുണ്ട്. ദൈവ സാന്നിധ്യ സ്മരണയിൽ മാത്രമേ ബുദ്ധിയെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ബുദ്ധിയെ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെയും എൻ്റെ ഓർമ്മയെയും ഭാവനയെയും നന്മയിൽ ഉറപ്പിക്കണമെങ്കിൽ എനിക്ക് ദൈവിക സാന്നിധ്യ സ്മരണ വേണം. ഇതുണ്ടെങ്കിൽ മാത്രമേ, ഇതുകൊണ്ടാണ് പഴയ കാലത്തെ ആളുകൾ ചില വാക്കുകൾ ഇങ്ങനെ മനസ്സിൽ ഉച്ചരിച്ചുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ സുഹൃത ജപങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നു, ചില ബൈബിൾ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ ചില സമയത്ത് ദൈവത്തിന്റെ നാമങ്ങൾ ഇങ്ങനെ സദാ ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴുണ്ടാവുന്ന സംഭവിക്കുന്നത്, ഞാൻ ആ ദൈവിക സാന്നിധ്യ സ്മരണയിൽ നിൽക്കും. ആ സ്മരണയിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും ഭാവനയെയും എൻ്റെ ചിന്തകളെയും എനിക്ക് നിയന്ത്രിക്കാനും
ദൈവികമാക്കി മാറ്റാൻ എനിക്ക് കഴിയും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 23:2 നമ്മൾ എങ്ങനെ ഓർമ്മിക്കുക? എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കുവാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ. പ്രഭാഷകൻ തന്നെ ആശിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എന്റെ ചിന്തകൾക്ക് നേർവഴിക്ക് നയിക്കണമെങ്കിൽ എനിക്കൊരു ചാട്ട. ആ ചാട്ടയായിരിക്കും ഒരുപക്ഷെ ത്യാഗവും പരിത്യാഗവും. അതുപോലെ എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരിക്കണം. പ്രഭാഷകൻ 23:2. സ്വയം ത്യജിക്കലിന്റെ ഒരു പാപലോകം അല്ലെങ്കിൽ ഒരു പാപലോകം നമുക്ക് തരുന്നുണ്ട്. ലോകം നിന്നിൽ നിന്നും അകലും. അപ്പൊ ഞാൻ ഈ സ്വയം ത്യജിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ ത്യാഗത്തിലേക്കും പരിത്യാഗത്തിലേക്കും ദൈവ സാന്നിധ്യ സ്മരണയിലേക്കും കടക്കുമ്പോൾ എന്താ എനിക്ക് ചുറ്റും സംഭവിക്കുന്നത് എന്ന് കൂടെ നമ്മൾ അറിയുന്നത് നല്ലതാണ്. ലോകം പതുക്കെ പതുക്കെ എന്നിൽ നിന്നും അകലും. ഞാൻ അകലണമെന്നില്ല, മറിച്ച് അവർക്ക് എന്റെ രീതികളും എന്റെ ജീവിതവും എന്റെ അനുഭവവും മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ പതുക്കെ പതുക്കെ ലോകം എന്നിൽ നിന്ന് അകലും. അല്ലെങ്കിൽ അതുപോലെ തന്നെ പലരും എന്നെ മണ്ടെന്നോ ഭോഷെന്നോ ഒക്കെ വിളിക്കാം. നമ്മൾ ഉപേക്ഷിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വളരെ രസകരവും അനുഭവവേദ്യവുമായി നമുക്ക് തോന്നാം. അല്ലെങ്കിൽ ഒത്തിരിയേറെ പീഡനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. സ്നേഹത്തെ തടയാം. അപ്പം ഇതൊക്കെ സൃഷ്ടികളുടെ സ്നേഹം പലപ്പോഴും ഇത് നമ്മൾ എന്തിനു വേണ്ടി ത്യാഗവും പരിത്യാഗവും ചെയ്യുന്നു? ലോറൻസ് നമുക്ക് നല്ലൊരു ഉത്തരം പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സൃഷ്ടികളോടുള്ള സ്നേഹം സൃഷ്ടാവിനോടുള്ള സ്നേഹത്തെ ഇല്ലാതാക്കും എന്ന് പറയുക. നമ്മൾ അതിനെ അതിൻ്റെതായ അർത്ഥത്തിൽ എടുക്കണം. സൃഷ്ടികളെ സ്നേഹിക്കുക എന്ന് പറയാം. ദൈവത്തെക്കാൾ ഉപരിയായി എന്റെ സൃഷ്ടികളെ ഞാൻ സ്നേഹിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ആത്മീയതയിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഒരിക്കലും ആത്മീയതയിൽ വളരാൻ കഴിയുകയില്ല. എന്തെന്നാൽ ആത്മാവിന്റെ അഭിലാഷങ്ങൾ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ജഡത്തിന്റെ അഭിലാഷങ്ങൾക്കെതിരാണ്. ഈ ആത്മാവും ശരീരവും രണ്ട് തരത്തിലുള്ള സുഖങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഒന്ന് ദൈവികമായ സുഖങ്ങൾ ആഗ്രഹിക്കുമ്പോൾ മറ്റൊന്ന് ജഡിലമായ അലൗകികമായ സുഖങ്ങൾ ആഗ്രഹിക്കും. ഇത് രണ്ടും പരസ്പരം പൊരുത്തമില്ലാത്തത് കൊണ്ട് തന്നെ ഇവ രണ്ടും ഒന്നിച്ചു പോവുകയില്ല. അപ്പോൾ ആശയടക്കം, ഇന്ദ്രിയ നിഗ്രഹങ്ങൾ, പരിത്യാഗ പ്രവർത്തികൾ, പരോപകാര പ്രവർത്തികൾ, ഇതൊക്കെയാണ് നമ്മളെ ആത്മാവിനെ ദൈവത്തിലേക്ക് കുറച്ചുകൂടെ അടുപ്പിക്കുകയും ശരീരത്തിന്റെ പ്രേരണകളെ തളർത്താതെ നിലനിർത്തുന്നതും. ഇപ്പൊ മതബോധന ഗ്രന്ഥം കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2015 നമ്മളോട് ഇങ്ങനെ പറയാ, പരിപൂർണതയുടെ വഴി കുരിശിന്റെ വഴിയാണ്, പരിത്യാഗവും ആത്മീയ സമരവുമില്ലാതെ വിശുദ്ധീകരണമില്ല. അപ്പോൾ എന്റെ ജീവിതത്തിൽ ആത്മീയതയിൽ ഒരു വിശുദ്ധീകരണത്തിലേക്ക് ഞാൻ കടക്കണമെങ്കിൽ അവിടെ പരിത്യാഗം ഉണ്ടാവണം, അവിടെ കുരിശിന്റെ വഴി ഉണ്ടാവണം, അവിടെ ആത്മീയമായ സമരം ഉണ്ടാവണം, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണങ്ങൾ ഉണ്ടാവും, ദൈവ സാന്നിധ്യ സ്മരണ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ എനിക്ക് ഈ വിശുദ്ധിയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. പ്രലോഭനങ്ങൾ ഈ അവസ്ഥയിൽ നമ്മളിലേക്ക് കടന്നു വരാം. ഒന്നാലോചിച്ചെങ്കിൽ ഇസ്രായേൽ ജനത വാഗ്ദത്ത ഭൂമിയിലേക്ക് നടന്നടുത്തുകൊണ്ടിരിക്കുമ്പോഴും അവരിൽ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോഴാണ് അവരെന്തിനെ കുറിച്ച് ഓർക്കുന്നത്? അവർ ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നപ്പോഴും അവർ കന്നു കിട്ടിയിരുന്ന ഇറച്ചി ചട്ടിയെ കുറിച്ച് ഓർക്കുകയും അതിനെക്കുറിച്ച് ഓർത്ത് പിറുപിറുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ലോത്തിന്റെ ഭാര്യ രക്ഷപ്പെട്ടതെങ്കിൽ സൊദോമിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായും പറയുന്നുണ്ട് തിരിഞ്ഞു നോക്കരുതെന്ന്. സൊദോമിന്റെ ഭാര്യ എന്താ ചെയ്യുന്നത്? ലോത്തിന്റെ ഭാര്യ അവൾ തിരിഞ്ഞു നോക്കി അവസാനം ഉപ്പ് തൂണായി മാറി എന്ന് പറയുന്നത്. പത്രോസിന്റെ ജീവിതം എടുത്തു നോക്കിയാൽ പത്രോസ് ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ക്രിസ്തു വിളിച്ചപ്പോൾ അവന്റെ വലയും ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ച പത്രോസ് ഒരു നിമിഷം എല്ലാം നഷ്ടമായി, അല്ലെങ്കിൽ ക്രിസ്തു മരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ ഉത്ഥാനത്തിന് കാത്തു നിൽക്കാതെ താൻ അന്ന് ഉപേക്ഷിച്ച വലയിലേക്ക് വീണ്ടും തിരിച്ചു പോകണം. ആ വലയും എടുത്ത് വീണ്ടും തിബേരിയ തടാകത്തിലേക്ക് തന്റെ കൂടെ ഉണ്ടായിരുന്ന 6 ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് മീൻ പിടിക്കാൻ പോകുന്ന പത്രോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ദൈവ സാന്നിധ്യ സ്മരണയിലേക്ക് നമ്മൾ വന്നാൽ, ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ചാലും പ്രലോഭനങ്ങൾ ആ സമയത്ത് നമ്മളിൽ നിന്ന് വിട്ടുപോകണം എന്നില്ല. പ്രലോഭനങ്ങൾ നമ്മുടെ കൂടെ വരാം. നിധി കണ്ടെത്തിയ ഒരു വ്യക്തിയെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 46-47 വചനങ്ങൾ നമ്മൾ കേൾക്കുന്ന മനോഹരമായ 2 വചനങ്ങൾ, 44 മുതൽ 46 വരെയുള്ള വചനങ്ങൾ നമ്മൾ കേൾക്കുന്ന, നിധി തേടി നടക്കുന്ന ഒരാള് അയാൾ നിധി കണ്ടെത്തുമ്പോൾ അയാൾ ചെയ്യുന്ന ത്യാഗം, അയാൾക്കുള്ളതെല്ലാം അയാൾ വിറ്റിട്ടാണ് ഇതിന്റെ പിന്നാലെ പോകുന്നത്. അപ്പോൾ തനിക്കുള്ളതെല്ലാം വിൽക്കാനുള്ള ഒരു സിദ്ധിയും മനുഷ്യൻ ആർജിക്കേണ്ടിയിരിക്കുന്നു ഈ വിശുദ്ധിയിലേക്ക് വളരണമെങ്കിൽ. കഠിനമായ തപശ്ചര്യയേക്കാൾ പാപവാസനകളെ ഉപേക്ഷിക്കുകയാണ് നമ്മൾ വേണ്ടത്. സ്വന്തമായി ആസക്തികളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മളെ എന്ത് സംഭവിക്കും? ഈ ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കുമ്പോഴും ആന്തരികമായ ഇതയെ ശക്തിപ്പെടുത്തുമ്പോഴും പതുക്കെ പതുക്കെ നമ്മുടെ ആത്മാവിന് കയ്പും വിഷവുമായി പാപം അനുഭവപ്പെടും. അപ്പോഴാണ്
നമ്മുടെ പാപബോധ്യത്തിലേക്ക് കടക്കുക. അപ്പോൾ എൻ്റെ പാപത്തിന്റെ ബോധ്യത്തിലേക്ക് ഞാൻ കടക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയ നിഗ്രഹത്തിലേക്കൊക്കെ ഞാൻ എത്തുമ്പോൾ മാത്രമേ എനിക്ക് പലപ്പോഴും അതുണ്ടാവുള്ളൂ. അതില്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക, തിരുസഭ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് വിളിക്കുക, ദൈവഭയത്താൽ ഞാൻ കുമ്പസാരിക്കുമ്പോൾ ഇറ്റ്സ് ആൻ ഇംപെർഫെക്റ്റ് കോൺട്രിഷൻ എന്നാണ് സഭ നമ്മൾ പഠിപ്പിക്കുക. പാപബോധ്യത്തിലേക്ക് വളരാൻ നമ്മളെ സഹായിക്കും ദൈവ സാന്നിധ്യം ആസ്വദിക്കുന്ന ആത്മാവ് സ്വമനസ്സാൽ പാപസുഖങ്ങളെ ലൗകിക മോഹങ്ങളെയും ഉപേക്ഷിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തും. അതായത് സ്വന്തമായ കഴിവ്, എൻ്റെ പാപത്തെ ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പോൾ എൻ്റെ ദൈവിക സാന്നിധ്യ സ്മരണയിൽ ഞാൻ വരുമ്പോൾ പാപങ്ങളെ ഞാൻ തിരിച്ചറിയുന്നു, ആ പാപങ്ങളെ ഉപേക്ഷിക്കാനുള്ള മാർഗങ്ങൾ ഞാൻ തേടിക്കൊണ്ടേയിരിക്കും. ഇത് ആരുടെയും നിർബന്ധത്താലോ ശിക്ഷയെക്കുറിച്ചുള്ള ഭയത്താലോ അല്ല, ദൈവ സാന്നിധ്യ സൗഭാഗ്യം നഷ്ടമാകുന്നതിനെ ഓർത്തായിരിക്കും. ഓർക്കുക, നമ്മൾ പലപ്പോഴും കുമ്പസാരിക്കുന്നവരുണ്ടെങ്കിൽ കുമ്പസാരിക്കുന്നത് നമ്മളെപ്പോഴും കുമ്പസാരിക്കുക എന്തിന്റെ പേരിലാണെന്ന് ചിന്തിച്ച് നോക്കിയേ. പാപത്തെക്കുറിച്ചുള്ള ബോധ്യം കൊണ്ടായിരിക്കാം. പലപ്പോഴും ഒരുപക്ഷെ നമ്മൾ ദൈവത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ഓർത്തായിരിക്കാം, അല്ലെങ്കിൽ ഈ പാപത്തിൽ ഞാൻ മരിച്ചുപോയ എനിക്ക് നിത്യജീവൻ കിട്ടില്ല എന്ന ഭയം കൊണ്ടായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ ഈ കുദാശയിലേക്ക് കടന്നു പോവുക. എന്നാൽ യഥാർത്ഥത്തിൽ എന്നെ ഈ കുദാശയിലേക്ക് നയിക്കേണ്ട ഘടകം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ദൈവിക സ്നേഹവും ഈ സൗഭാഗ്യവും ദൈവ സാന്നിധ്യവും എനിക്ക് നഷ്ടപ്പെട്ടു പോവും എന്ന ബോധത്തിൽ നിന്നായിരിക്കണം. അതായത് എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചു എന്ന തോന്നലിൽ നിന്നായിരിക്കണം, ഭയത്തിൽ നിന്നായിരിക്കും, മറിച്ച് ദൈവ സ്നേഹത്തിൽ നിന്നായിരിക്കണം ഇത് യഥാർത്ഥത്തിൽ ഉരുത്തിരിയേണ്ടത്. അപ്പോൾ ശത്രുവിനെയും അവന്റെ ആക്രമണങ്ങളെയും നമ്മൾ ഇവിടെ തിരിച്ചറിയും. പാപങ്ങളെ ഇത്രയും നാളും പാപങ്ങളെ തിരിച്ചറിയായിരുന്ന ഒരാള്, പാപങ്ങളെ സുഖമാക്കിയെടുത്ത ആള് പെട്ടെന്ന് തന്റെ ശത്രുവിനെയും അവന്റെ തിന്മകളെയും തിരിച്ചറിയും. അതിൽ ഏറ്റവും വലുതാണ് ദൈവത്തിന്റെ ശത്രു ആത്മാവിന്റെയും ശത്രുവാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവത്തിന്റെ ശത്രുവും ആത്മാവിന്റെ ശത്രുവും ഒന്ന് തന്നെയാണ്. യഥാർത്ഥ ആത്മീയ ജീവിതം ഒരു യുദ്ധമാണെന്നും യഥാർത്ഥ ശത്രു സാത്താനാണെന്നും നമ്മൾ തിരിച്ചറിയുന്നു. ലോകം, ജഡം എന്ന പ്രത്യക്ഷ ശത്രുക്കളെയും സാത്താൻ എന്ന പരോക്ഷ ശത്രുവിനെയും ആത്മാവ് വിവേചിച്ചറിയുന്നു. ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്ന പ്രത്യേകതകളാണ് ലോകം അല്ലെങ്കിൽ ലോക വസ്തുക്കള് എല്ലാം എന്നെ പാപത്തിലേക്ക് നയിക്കുന്നതാണെന്നും അതുപോലെ തന്നെ സാത്താൻ എന്ന് പറയുന്ന എന്റെ പരോക്ഷ ശത്രുവാണെന്നും ഞാൻ തിരിച്ചറിയുന്ന ഒരവസ്ഥ. തിന്മയായി അവതരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ സാത്താന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ 3-5 നമ്മൾ കാണുന്നുണ്ട്. തിന്മയാണെങ്കിലും ആ തിന്മയെ നന്മയായിട്ടാണ് സാത്താൻ മനുഷ്യന് മുൻപിൽ അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അതിലേക്ക് വളരെ പെട്ടെന്ന് മനുഷ്യൻ വീണു പോവാം. പാപം ഒരിക്കലും അതിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്താറില്ല. അതുകൊണ്ട് തന്നെ ഓരോ പാപവും അതിന്റെ യഥാർത്ഥത്തിന്റെ അവസ്ഥയോ അല്ലെങ്കിൽ മുഖം വെളിപ്പെടുത്തില്ല. അതെപ്പോഴും ഇറ്റ്സ് ഇൻ ഡിസ്ഗൈസ്. അത് വേറൊരു അർത്ഥത്തിലായിരിക്കും നമ്മളിലേക്ക് കടന്നു വരിക. അത് സുഖത്തിന്റെയും ലാഭത്തിന്റെയും നേട്ടത്തിന്റെയും മുഖാവരണം അണിഞ്ഞായിരിക്കും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഇതിൻ തോട്ടത്തിൽ ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആവും എന്ന ഒരു മുഖമാണ് ഈ പാപത്തിന് കൊടുക്കുന്നത്. അതിലാണ്, ആ പ്രലോഭനത്തിലാണ് ആദവും ഹവ്വയും വീണു പോകുന്നത്. സാത്താന്റെ കുടില തന്ത്രങ്ങളെ ഗ്രഹിക്കാനും അവയെ ചെറുക്കാനും പരിശുദ്ധാത്മാവിന് പ്രത്യേക സഹായം കൂടിയേ തീരൂ. അപ്പോൾ ഈ ഒരു ചെറുക്കല് അല്ലെങ്കിൽ സാത്താനെ ചെറുക്കാൻ എനിക്ക് സ്വയം കഴിയില്ല, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ മാത്രമേ എനിക്കതിന് കഴിയുള്ളൂ. പാപത്തിലൂടെ ലഭിക്കുന്ന സുഖവും വിജയവും നിലനിൽക്കുന്നതല്ല എന്ന് ആത്മാവ് തിരിച്ചറിയുന്നു. അപ്പോൾ 3 തരത്തിലുള്ള പാപാസക്തികള് നമ്മളിലേക്ക് ഉണ്ടാവാം. ഈ 3ഉം നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഘട്ടമാണിത്. ഒന്ന് ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത. ഇതിൽ നിന്നാണ് മൂലപാപങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ മൂലപാപങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. മൂലപാപങ്ങളെ കുറിച്ച് ഈ ഭാഗത്ത് വളരെ കൃത്യമായിട്ട് കുറെ ഉദാഹരണങ്ങളോടുകൂടി വിവരിച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അത് വായിക്കുക. അഹങ്കാരം, അസൂയ, ദ്രവ്യാഗ്രഹം, മോഹം, ഭോജനപ്രിയം, കോപം, അലസത, ഇതൊക്കെയാണ് യഥാർത്ഥത്തില്. ഇതിന്റെയൊക്കെ മലയാളം വാക്കുകളിലൂടെ നമ്മൾ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ അഹങ്കാരം, പ്രൈഡ്, അസൂയ, ജലസി, ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന ഗ്രീഡ്, മോഹം, ആവറിസ്, ഭോജനപ്രിയം എന്ന് പറയുന്ന ഗ്ലട്ടണി, കോപം എന്ന് പറയുന്നത് റാത്ത്, അലസത, സ്ലോത്ത് അല്ലെങ്കിൽ അസീദിയ എന്നാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള വാക്ക്. അപ്പോൾ ഈ പാപാസക്തികള് മൂലപാപങ്ങളുമായി, അതായത് ഇതിന് ശരിക്കും യഥാർത്ഥത്തില് ഇതൊരു പാപ ആസക്തികളാണ്. പലതരത്തിലുള്ള പാപത്തിന്റെ ആസക്തികള് ഈ മൂലപാപങ്ങളുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ജഡത്തിന്റെ ദുരാശ, ഭോജനപ്രിയം, ജഡികാസക്തി, അലസത. എൻ്റെ ശരീരത്തിന്റെ ദുരാശയാണിത്. ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ പലതരത്തിലുള്ള അത്യാഗ്രഹങ്ങൾ, ലോക വസ്തുക്കളിൽ നിന്നുള്ള അത്യാഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഇതിലുണ്ടാവുന്ന മടി, അലസത. അതുപോലെ കണ്ണുകളുടെ ദുരാശയാണ് ദ്രവ്യാശ. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിന്റെ അഹന്ത ആണ് അഹങ്കാരം, അസൂയ, കോപം.
ഇതിനെ വളരെ ചുരുക്കി പെട്ടെന്ന് പറയുകയാണെങ്കിൽ അഹങ്കാരം. എന്താണ് യഥാർത്ഥത്തിൽ അഹങ്കാരം എന്ന് പറയുന്നത്? ദൈവത്തിനെ എന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ദൈവസ്ഥാനത്ത് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഒരവസ്ഥയാണത്. അവിടെ ഔന്നത്യം, ബഹുമാനേച്ഛ, വ്യർത്ഥാഭിമാനം, കപടഭക്തി, പ്രകട മനോഭാവം, സ്വയം പര്യാപ്തം എന്ന തോന്നല്, സ്വയം നീതീകരണം, തെറ്റുതിരുത്തായിക, പ്രതിഫലേച്ഛ, ധിക്കാരം, അനുസരണക്കേട്, സ്വാർത്ഥതയെല്ലാം ഈ മൂലപാപത്തിന്റെ ഫലമായി നമ്മളിലേക്ക് കടന്നു വരാവുന്ന പാപങ്ങളാണ്. ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും കീഴടക്കാൻ ഏറ്റവും പ്രയാസമുള്ള തിന്മയാണ് അഹങ്കാരം. പലപ്പോഴും ഇന്ന് ഒരുപക്ഷെ ലോകം പലപ്പോഴും പറയും അഹങ്കാരം ഒരു പരിധി വരെ അഹങ്കാരം നല്ലതാണ് എന്ന് പറയുന്ന ഒരാളുകളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അഹങ്കാരത്തിൽ എന്താ സംഭവിക്കുന്നത്? എനിക്ക് എന്റെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം എല്ലാം ഞാൻ സ്വയം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയാണ് അഹങ്കാരം. എന്നാൽ അസൂയ, രണ്ടാമത്തെ മൂലപാപത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അസൂയ. എന്താണ് അസൂയ? അന്യരുടെ നന്മയും ഉയർച്ചയും കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന അസ്വസ്ഥയും ദുഃഖവുമാണ് അസൂയ. അത് പലതരത്തിലുള്ള പാപങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാം. പക, വെറുപ്പ്, കലഹം, ഭിന്നത, ഇത് നമ്മളിൽ വളരും. ഉപവി എന്ന പുണ്യത്തിന് എതിരായി ഇത് വാഴും. നമ്മൾ കഴിഞ്ഞ ദിവസം സുവിശേഷങ്ങൾ വായിച്ചൊരു ഭാഗമാണ് കായൻ എങ്ങനെയാണ് ആബേലിനെ കൊല്ലുന്നതെന്ന്. അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു അസൂയാണ് ഒരു കോപമായിട്ടും ഒരു കൊലപാതകത്തിൽ കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത് കോപം അല്ലെങ്കിൽ സ്നേഹത്തിനെതിരായ വികാരങ്ങളിൽ പ്രധാനമായ ഒന്നാണ് കോപം. അപരനെ ഉപദ്രവിക്കുകയും ദ്വേഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഭോജനപ്രിയം, ഭക്ഷണങ്ങളോടും പാനീയങ്ങളോടും ഉണ്ടാവുന്ന അമിതമായ ആസക്തിയാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിനെ നമ്മൾ വെറും ഭൗതികമായി മാത്രം എടുക്കണ്ട. ഒരുപക്ഷെ ഇതിനെ നമ്മൾ ആത്മീയം തലത്തിൽ കൂടെ എടുക്കാൻ നമുക്ക് കഴിയണം. ഭക്ഷണം എന്നത് മാത്രമല്ല, ഏതൊരു സാധനത്തിനോടും ആവശ്യമില്ലാത്ത എൻ്റെ ഒരു അഭിനിവേശത്തിനെ കാണിക്കാം. സുഖലോലുപതയും ജഡിലാസക്തിയും പതുക്കെ എന്നിൽ വളരും. ഈ ഭോജനപ്രിയ അല്ലെങ്കിൽ ഗ്ലട്ടണി എന്നിൽ കടന്നു വരുമ്പോൾ ജഡികാസക്തി, ആത്മീയ മനുഷ്യൻ ജഡികാസക്തിയെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനായിരിക്കും. മനുഷ്യ വംശത്തിൽ നിലനിൽപ്പിനായി ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ലൈംഗികതയെ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത് മനുഷ്യരാശിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിലും അത് സ്നേഹം പങ്കുവെച്ച് ജീവൻ നൽകുന്ന ലക്ഷ്യത്തിന് വിശുദ്ധമായി ഉപയോഗിക്കാൻ തന്നതാണെങ്കിലും അതിനെ പാപപരമായ സാഹചര്യങ്ങൾ അതിനെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ജഡികാസക്തിയിലേക്ക് വീഴുന്നു. അലസത, സ്ലോത്ത് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. കഴിവിനും അധ്വാനിക്കാതെയും ഇല്ലാതെയും അധ്വാനിക്കാതെയും ക്ലേശിക്കാതെയും ജീവിതം ചിലവഴിക്കണം എന്ന തരത്തിലുള്ള ഒരു തോന്നലാണ് അലസതയിൽ ജീവിക്കുക. ലൂക്ക്വാംനെസ്, ആത്മീയതയും അലസതയും വിരുദ്ധ ചേരികളിൽ നിലനിൽക്കുന്നു. അത് ഈ അലസത എന്നെ ഒരു തരം മന്ദതയിലേക്ക് കൂടെ എത്തിക്കുക കേട്ടോ. റെവലേഷൻ അല്ലെങ്കിൽ വെളിപാടിന്റെ പുസ്തകത്തിൽ നമ്മൾ 3-ാം അധ്യായത്തിലെ 15-16 വചനം ഇങ്ങനെ പറയുന്നത്: നീ തണുപ്പോ ചൂടോ ഉള്ളവയല്ലാത്തത് കൊണ്ടും മന്ദോഷ്ണനായതുകൊണ്ടും നിന്നെ ഞാൻ എന്റെ വായിൽ നിന്നും തുപ്പിക്കളയെന്ന് പറയാം. അപ്പം പലപ്പോഴും നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങി പോകാം. ദ്രവ്യാശ, ലൗകിക സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹം എന്നിലേക്ക് കടന്നു വരാം. സമ്പത്ത് ദൈവിക ദാനമാണെന്നും അത് സഹജീവികളിൽ നന്മയ്ക്ക് ഉപയോഗിക്കണം എന്ന ബോധ്യത്തിലേക്ക് എനിക്ക് വളരാൻ പറ്റാത്ത സമയത്താണ് ദ്രവ്യാശ എന്നിലേക്ക് കടന്നു വരിക. ദൈവ പരിപാലനകൾ ആഗ്രഹിക്കുകയാണ് നമ്മൾ. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ ദൈവ പരിപാലനയിൽ കൂടുതൽ ആശ്രയിക്കുക. അപ്പോഴാണ് ഈ ഒരു പാപങ്ങൾ നമ്മളിൽ നിന്നും മാറിപ്പോവുക. പാപത്തെ ന്യായീകരിക്കുക, മൂടി വയ്ക്കുക, തിന്മയിൽ അല്ലെങ്കിൽ വളരുന്ന ഒരവസ്ഥ, അത് ബോധ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വളരുന്നതാണ്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ മൂലപാപങ്ങൾ. ഈ മൂലപാപങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇതാണ് നമ്മുടെ പല പാപങ്ങളിലേക്കും നമ്മളെ നയിക്കുന്നത്. ഇനി പാപം 3 തലങ്ങളിലാണ് സ്ഥിതി ചെയ്യുക. അതായത് അതൊരു മരം പോലെയാണെന്ന് പറയുക. അതായത് യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ് അത്. പാപവേര്, പാപവൃക്ഷം, പാപഫലം. പാപത്തിന്റെ വേര്, ദ റൂട്ട് ഓഫ് ദ ട്രീ. പിന്നെ നമ്മൾ ആ ഒരു മരമായി മാറുന്നു, പിന്നെ അതിന്റെ ഫലമായി മാറുന്നു. ഇവ 3നെയും നശിപ്പിക്കുമ്പോഴാണ് പാപം എന്നിൽ നിന്നും ഇല്ലാതാവുന്നത്. ദൈവത്തെ കൊണ്ട് നിറയ്ക്കലാണ് ആത്മീയ ജീവിതത്തിന്റെ അന്തസത്ത. ആത്മീയ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ദുശീലങ്ങൾ അല്ലെങ്കിൽ പാപത്തിന്റെ വേരറുത്തു മാറ്റുക, ആ വൃക്ഷത്തിനെ മുറിച്ചു മാറ്റുക, അതുപോലെ തന്നെ അതിന്റെ ഫലങ്ങളിൽ അഭിരമിക്കാതെ, അതിന്റെ ഫലങ്ങൾ ആസ്വദിക്കാതെ, അതിന്റെ ഫലങ്ങൾ മറ്റവർക്ക് ദാനം ചെയ്യാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ പ്രലോഭനങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ ദുശീലങ്ങൾ നമ്മളേക്ക് പ്രലോഭനങ്ങൾ വഴിയായിട്ട് കടന്നു വരാം. എന്നാൽ ഈ പ്രലോഭനങ്ങളെ നമ്മൾ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. പാപപ്രേരണയുടെ ഒരു ഘട്ടം, പാപപ്രേരണയാണെന്ന ബോധ്യം. പ്രലോഭനത്തിൽ നിന്നുണ്ടാവുന്ന അനുഭവവും ജിജ്ഞാസയും.
പ്രലോഭത്തിനുള്ളത് സമ്മതവും. ഈ 3 തരത്തിലാണ് പാപം നമ്മളിലേക്ക് കടന്നു വരിക. പാപിയോടുള്ള ദൈവത്തിന്റെ മനസ്സ് എങ്ങനെയാണെന്ന് കൂടി അറിയുന്ന നല്ലതാണ്. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന പോലെ പാപിയെയും സ്നേഹത്തോടെ കരുണയോടെ കാണുന്ന ഒരു ദൈവമാണ് നമുക്കുള്ള ഒരു ദൈവം. അത് നമ്മളെ ഈ ഒരു ബോധ്യത്തിൽ നിന്ന് നമ്മൾ ആത്മാവിന്റെ കയ്പും വിഷവുമായി പാപം അനുഭവപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ ശുദ്ധീകരണവും സമർപ്പണത്തിന്റെയും ഒരു തലത്തിലേക്ക് നമ്മൾ കടക്കും. അതിന്റെ പാപത്തിനെ ഞാൻ തിരിച്ചറിയുന്നു. പാപത്തെ തിരിച്ചറിയുമ്പോൾ നമ്മൾ കടന്നു വരുന്ന ഒരവസ്ഥയാണ് ശുദ്ധീകരണം. അതുപോലെ തന്നെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ സ്വയം സമർപ്പിക്കപ്പെടലും കൂടെ നടക്കും അതിന്റെ കൂടുതൽ. ഈ ദൈവ സാന്നിധ്യത്തിൽ ഉണർന്ന ആത്മാവ് സ്വയം ദൈവ ഇഷ്ടത്തിനായി തന്നെ സമർപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ശുദ്ധീകരണത്തിന്റെ ഈ വേളയിൽ ദൈവഹിതത്തിനും ദൈവ പരിശുദ്ധിക്കും ചേരാത്തവയും ആത്മാവിന്റെ സൗരഭ്യം നഷ്ടപ്പെടുന്നതുമായ എന്നിൽ കുടികൊള്ളുന്ന എല്ലാത്തിനെയും ഞാൻ തിരസ്കരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അത്. ആത്മാവിന്റെ ശത്രുവിനെ ആത്മാവ് തിരിച്ചറിയുന്ന ഒരവസ്ഥയാണ്. അതായത് എന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത്, എന്റെ ശുദ്ധീകരണം നടക്കണമെങ്കിൽ ഏതൊരു കാര്യത്തിലും അതെ, ഒരു വീട് വൃത്തിയാക്കണമെങ്കിൽ ആ വീട്ടിലുള്ള ചെളി അല്ലെങ്കിൽ ആ വീട്ടിലുള്ള പൊടികൾ എന്നുള്ള തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ശുദ്ധീകരണം നടക്കുകയുള്ളൂ. അപ്പോൾ എന്റെ ആത്മാവിൽ കുടികൊള്ളുന്ന അല്ലെങ്കിൽ ആത്മാവിലേക്ക് കടന്നു വരുന്ന ഈ പാപങ്ങളെ കുറിച്ച് ഞാൻ തിരിച്ചറിയണം. ശുദ്ധീകരണത്തിന്റെ ദൈവഹിതത്തിനും ദൈവ പരിശുദ്ധിക്കും ചേരാത്തതിനെ ഞാൻ തിരിച്ചറിയണം. അതിനെ ഞാൻ പതുക്കെ പതുക്കെ എന്നിൽ നിന്ന് മാറ്റിയെടുക്കണം. അതായത് ദൈവ സാന്നിധ്യത്തിൽ ഏറ്റവും ചെറിയ പാപം പോലും ത്യജിക്കുവാനും വെറുക്കുവാനും ആത്മാവിന് കഴിയും. അതുകൊണ്ടായിരിക്കും പഴയ വിശുദ്ധരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു വിശുദ്ധനും ഒരിക്കൽ പോലും സ്വയം വിശുദ്ധനാണെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ ഓരോ വിശുദ്ധനും ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ്? ഞാൻ പാപിയാണെന്ന് പറയാ. പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തില് 7-ാമത്തെ അധ്യായത്തില് 14 മുതലുള്ള വചനങ്ങൾ വായിച്ചറിയാം. ഞാൻ പാപിയാണ്, ഞാൻ ഏറ്റവും വലിയ പാപിയാണെന്ന് പറയുന്നത്. ഓരോ വിശുദ്ധരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോകം അവരെ വിശുദ്ധരെന്ന് വിളിച്ചപ്പോഴും അവരവരെ പാപികളെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം എന്താണ്? അവരുടെ ആത്മാവ് അവരുടെ ശുദ്ധീകരണത്തിലൂടെയും സമർപ്പണത്തിലൂടെയും കടന്നു പോകുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടെ ചെറിയ ചെറിയ പാപങ്ങൾ പോലും തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ്. അത് ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപയിലൂടെ മാത്രമേ പാപബോധ്യത്തിലേക്ക് ഒരാൾ വളരുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? എന്റെ പഞ്ചേന്ദ്രിയങ്ങളെ, എന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും എന്റെ ദൈവത്തിന് മുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു. നാം ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നതിലല്ല നമ്മുടെ വിശുദ്ധീകരണം അടങ്ങിയിരിക്കുന്നത്. മറിച്ച് നമുക്ക് വേണ്ടി നാം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി നാം ചെയ്യുന്ന അവസ്ഥയാണ്. അതായത് എനിക്ക് വേണ്ടി ഈ സമർപ്പണത്തിന്റെ ഘട്ടത്തിലെത്തുക എന്ന് പറയുന്നത് ഇത്രയും നാൾ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതൊക്കെ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന ബോധ്യത്തിലേക്ക് ഞാൻ വളരുന്ന അവസ്ഥയാണ്. അതാണ് ഇതിനെയാണ് സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് ലയോള പറയുക, ആഡ് മയൂരും ദൈ ഗ്ലോറിയും, എല്ലാം ദൈവിക മഹത്വത്തിനായി. താൻ ചെയ്യുന്നതെല്ലാം തന്റെ ദൈവിക മഹത്വത്തിനാണ് എന്ന ബോധ്യത്തില്. വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസി ധ്യാനങ്ങളും പ്രാർത്ഥനകളും അങ്ങനെയായിരുന്നു. അപ്പോൾ ചെറിയ കാര്യങ്ങൾ വരെ ദൈവസ്നേഹത്തെ പ്രതി തീക്ഷ്ണതയോടെ സമർപ്പിക്കുന്നു. കൊച്ചു തെരേസ്യ പുണ്യവതിയുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആത്മീയതയുടെ പ്രത്യേകത ഇതായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ദൈവികമായ സന്തോഷം കണ്ടെത്തുക. സമർപ്പണം ഒരു പുണ്യപ്രവൃത്തിയല്ല, മറിച്ച് അതിനുള്ള ഒരുക്കം മാത്രമാണെന്ന ബോധ്യത്തിലേക്ക് വളരുക. നാം ദൈവത്തിൻ്റെതായിരിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് ദൈവഹിതത്തിന് സമർപ്പിക്കുക എന്നത് കടമ നിർവഹണം മാത്രമാണെന്ന ബോധ്യം. അതായത് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈ വിശുദ്ധരുടെ പ്രത്യേകത ഏതായിരുന്നു? അവർ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല അവരെന്തോ വലിയ കാര്യം ചെയ്യുകയാണെന്ന്. അവർ ഓരോ കാര്യം ചെയ്തപ്പോഴും അവര് ഒന്നും ചെയ്തില്ല. മദർ തെരേസ അവസാന നാളുകളിൽ മദർ തെരേസയുടെ ഡയറി എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അതിൽ മദർ എഴുതുന്ന ഇങ്ങനെയാണ്: ഞാൻ ചെയ്തതൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരുന്നോ ആണോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ടെന്നാണ് ആ വിശുദ്ധ പറയുക. അതായത് അവർ ചെയ്യുന്ന ഏതൊരു കാര്യവും ഏതൊരു ചെറിയ കാര്യങ്ങളാണെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കണോ എന്നുള്ള ബോധ്യത്തിൽ ചെയ്യുക. സമർപ്പണം എന്ന് പറയുന്നത് അതൊരു പുണ്യപ്രവർത്തനയിൽ മറിച്ച് അത് ദൈവത്തിലേക്ക് എൻ്റെ ഒരു കടമയുടെ നിർവഹണം മാത്രമാണെന്ന ബോധ്യത്തിലേക്ക് തിരിച്ചറിയുക. സമർപ്പണം കേവലം ഒരു കാഴ്ച കൊടുക്കലല്ല, മറിച്ച് ദൈവൈക്യത്തിനായി വിട്ടുകൊടുക്കലാണ്. ദൈവേഷ്ടം നിറവേറ്റാൻ സദാ ശ്രമിക്കേണ്ടതാണ്. സമ്പൂർണ്ണ സമർപ്പണത്തിൽ ആത്മാവ് ദൈവസ്വരം കേൾക്കാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ സമ്പൂർണമായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ എന്നിൽ സംഭവിക്കുന്ന വേറൊരു കാര്യമാണ്, ഞാൻ ദൈവത്തിന്റെ സ്വരം ദൈവിക സ്വരമായും മറ്റുള്ളവരുടെ സ്വരം ദൈവത്തിന്റെ സ്വരമായും കേൾക്കാൻ തുടങ്ങും. സങ്കീർത്തനത്തിൽ 32:8 നമ്മളിങ്ങനെ പറയാം: നീ നടക്കേണ്ട വഴി ഞാൻ കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കും. അപ്പോൾ ദൈവത്തിന്റെ ഉപദേശങ്ങൾ തിരിച്ചറിയാനും ദൈവം നടത്തുന്ന വഴികളിലൂടെ നടക്കാനും നമ്മൾ ഈ ഒരു സമർപ്പണത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ പഠിക്കും. ആ ഘട്ടം നമ്മളെ
മനുഷ്യാത്മാവിന്റെ വിലയും മഹത്വവും മനസ്സിലാക്കുക. അതായത് ദൈവത്തിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുമ്പോൾ ആ സമർപ്പണത്തിന്റെ ജീവിത വിശുദ്ധീകരണത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ ആത്മാവിന്റെ വിലയും മഹത്വവും ഞാൻ തിരിച്ചറിയുന്നു. അതുവരെ ഈ ആത്മാവിനെ തിരിച്ചറിയുന്നില്ല. ആത്മീയ ജീവിതത്തിന്റെ അടിത്തറയാണ് മനുഷ്യാത്മാവ്. എന്നാൽ ഇതിന്റെ വിലയും മഹത്വവും തിരിച്ചറിയുക എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. ഈ അറിവ് ദൈവിക വെളിപാടിന്റെ ഭാഗമാണ്. ഈ ബോധ്യത്തിലേക്ക് കടക്കുമ്പോൾ ജീവിതത്തെ അതിനനുസരിച്ച് ക്രമീകരിക്കുവാൻ എനിക്ക് കഴിയുന്നു. ഇന്ദ്രിയ നിഗ്രഹം പാലിക്കുവാനും ദൈവോന്മുഖതയുമായി ജീവിക്കുവാനും സഹായകമാകും. അതായത് എൻ്റെ ആത്മാവിന്റെ വിലയും മഹത്വവും ഞാൻ മനസ്സിലാക്കുമ്പോൾ അതൊരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി എൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനും ദൈവോന്മുഖമായി ജീവിക്കുവാനും എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ഒരു കഴിവിലേക്ക് ഞാൻ വളരും. അപ്പോൾ വിലയുള്ളവരായി കരുതപ്പെടാൻ നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും പ്രത്യേകത ഇതാണ്. നമ്മൾ ആർക്കും വേണ്ടാത്തവരായി അല്ലെങ്കിൽ ഒരു വിലയും ഇല്ലാത്തവരായി അറിയാൻ ആഗ്രഹിക്കുന്നവരല്ല, മറിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ വിലയുണ്ട് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പം ഈ വില പല രീതിയിലാണ്, പലതിനെ ആശ്രയിച്ചിരിക്കും. മറ്റുള്ളവർക്ക് നമുക്ക് വില കൽപ്പിക്കുന്നത്, മറ്റുള്ളവർക്ക് വില കൽപ്പിക്കുന്നതും ചില ഭൗതികമായ കാര്യങ്ങൾ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ വിദ്യാഭ്യാസം കണ്ടിട്ടായിരിക്കാം, എൻ്റെ സമൂഹത്തിലുള്ള ഇടപെടൽ കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പണം കണ്ടിട്ടായിരിക്കാം, എൻ്റെ ജോലി കണ്ടിട്ടായിരിക്കാം. പല തരത്തിലാണ് നമ്മൾ മറ്റൊരാൾക്ക് വില കൽപ്പിക്കുന്നതും മറ്റൊരാൾ നമുക്ക് വില കൽപ്പിക്കുന്നതും. എന്നാൽ ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെ ഭൗതികമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വില കൽപ്പിക്കുക. എന്നാൽ നമ്മുടെ യഥാർത്ഥ വില കൽപ്പിക്കുന്നത് ദൈവത്തിന് മാത്രമേ കഴിയൂ. കാരണം ദൈവമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. അതായത് ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെന്നും യഥാർത്ഥത്തിൽ എൻ്റെ വില കൽപ്പിക്കുവാൻ എനിക്ക് പോലും കഴിയില്ല, എൻ്റെ ദൈവത്തിനും. അതാണ് സൃഷ്ടാവിന് മാത്രമേ സൃഷ്ടിയുടെ വില നിശ്ചയിക്കാൻ പറ്റൂ. നമ്മൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ച ഒരു സാധനത്തിന്റെ വില, അതിന്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതാണ് അതിന്റെ വില. കാരണം എന്താണ്? ആ സൃഷ്ടാവിന് മാത്രമേ ആ സൃഷ്ടിയുടെ വില തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ കണ്ണുകളിൽ നാം ആരാണെന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോഴാണ് നമുക്ക് ആ ബോധ്യത്തിലേക്ക് നമുക്ക് കിടക്കുക. അതായത് നമ്മുടെ വില ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ വില നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കണ്ണിൽ നമുക്കുള്ള വില എന്താണെന്ന് നമ്മൾ ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? പിതാവ്, നമ്മൾ സുവിശേഷങ്ങൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ കേൾക്കുന്ന, പിതാവ് നമുക്കായി സ്വപുത്രനെ നൽകി നമ്മെ വീണ്ടെടുത്തു. ഇതാണ് ദൈവത്തിന് നമുക്ക് തരുന്ന വില. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ത്യജിച്ച ഒരു ദൈവം നമുക്ക് എന്തുമാത്രം വില കൽപ്പിക്കുന്നുണ്ട് ആ ഒരു വലിയ ദൈവിക ത്യാഗത്തിലൂടെ നമുക്ക് മനസ്സിലാവും. യോഹന്നാൻ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട്, he loved us so much that he gave his only son to save us. നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി തന്റെ സ്വപുത്രനെ അവൻ ഭൂമിയിലേക്ക് അയച്ചു, അല്ലെങ്കിൽ അവനെ നമുക്ക് തന്നു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ ഓർമ്മിക്കുക. ഈശോ നമുക്കായി കുരിശിൽ മരിച്ചു. ദൈവപുത്രന്റെ ജീവരക്തത്തിന്റെ വിലയാണ് യഥാർത്ഥത്തിൽ അപ്പോൾ നമ്മുടെ വില. അപ്പോൾ നമ്മുടെ വില എന്താ എന്ന് നമ്മുടെ മഹത്വവും നമ്മുടെ വിലയും നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവപുത്രന്റെ കാരണം ആ രക്തത്തിലൂടെയാണ് വീണ്ടെടുക്കപ്പെട്ടതെങ്കിൽ ആ രക്തം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ മരണം എന്ന് പറയുന്ന ഒരു പരിഹാര ബലിയായിരുന്നു. ആ പരിഹാര ബലിയുടെ വിലയാണ് എൻ്റെ വില എന്ന് പറയുന്നത്. ഈശോ നമുക്കായി ഒരിക്കൽ മരിച്ചു എന്ന തിരിച്ചറിവോ, ഈശോ തന്റെ ശരീരത്തോട് നമ്മെ തന്നെ ഐക്യപ്പെടുത്തുകയും നമ്മെ അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളായി മാറ്റുകയും ചെയ്തിരിക്കുന്നു. മിശിഹ ശിരസ്സും നാം അവിടുത്തെ ശരീരത്തിലെ അവയവങ്ങളുമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുക. അവിടുന്ന് നമ്മളെ എത്തിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അവൻ നമുക്ക് വേണ്ടി അവൻ മുന്തിരിച്ചെടി, അല്ലെങ്കിൽ ഈശോ തന്നെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം ഓർമ്മിപ്പിക്കുന്നതാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്ന് പറയുക. ഇപ്പൊ മനുഷ്യാത്മാവും ക്രിസ്തുവുമായി നിലനിൽക്കുന്ന രൂപസാദൃശ്യ ബന്ധം, സത്താപരമായ ബന്ധവും ആത്മാവുമായുള്ള ബന്ധവും മനുഷ്യാത്മാവിന്റെ മഹത്വത്തിന് അടിസ്ഥാന കാരണമാണ്. അതായത് നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഇതാണ്, മനുഷ്യാത്മാവിന്റെ വിലയും മഹത്വവും. ഈ വിലയും മഹത്വവും നമ്മൾ തിരിച്ചറിയുക ദൈവത്തിലൂടെയാണ്. കാരണം സൃഷ്ടാവിന് മാത്രമേ സൃഷ്ടിയെ മനസ്സിലാവൂ. ഈ സൃഷ്ടാവാണ് സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നത്. അപ്പൊ നമുക്ക് എന്തുമാത്രം വില നമുക്ക് നമ്മുടെ പിതാവ് കൽപ്പിച്ചു എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയും. നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യസമ്മാനത്തെ കുറിച്ച് ബോധ്യപ്പെടുന്നതിനും ആത്മാവിന്റെ വില മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കും. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്, ഇനി നമ്മുടെ അവസാനം എന്ന് പറയുന്നത് എന്താണ്?
നമ്മളെ നിത്യസമ്മാനത്തിന് ആയി ഒരുക്കവെച്ച് നമുക്കൊരു സ്വർഗരാജ്യത്തിലെയും ദൈവത്തിന്റെ പുത്രനാണ്. വി ബിക്കം ദ അഡോപ്റ്റഡ് സൺസ് ഓഫ് ഗോഡ്, ഡോട്ടേഴ്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി നമ്മൾ മാറുന്ന ഒരവസ്ഥയാണ്. അപ്പം നമ്മളെ എത്രത്തോളം ദൈവം സ്നേഹിച്ചു എന്ന ബോധ്യത്തിലേക്ക് ഇത് നമ്മളെ അടുപ്പിക്കേണ്ടതാണ് കുറച്ചുകൂടി. ഇനി ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ പോലും അവന്റെ വില ഒട്ടും കുറയുന്നില്ല. അതും കൂടെ നമ്മൾ തിരിച്ചറിയണം. പാപിയായ ഒരാൾക്ക് അവന്റെ വില ഒരിക്കലും, അവന്റെ ആത്മാവിന്റെ വില ഒരിക്കലും കുറയുന്നില്ല. വഴിതെറ്റി നമ്മൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ കാണുന്നുണ്ട്. വഴിതെറ്റിയ കുഞ്ഞാടിന് വഴി തെറ്റാത്ത ആടുകളുടെ അതേ വില കൊടുത്തിട്ടാണ് ഇടയൻ പിന്നാലെ പോയി കൂട്ടിക്കൊണ്ടുവരുന്നത്. ധൂർത്തപുത്രൻ, അതേ അധ്യായത്തിൽ തന്നെ നമ്മൾ അവസാനം കാണുന്നതാണ് ധൂർത്തപുത്രൻ. ഈ പുത്രൻ തിരിച്ചു വരുമ്പോഴും നമ്മൾ കാണുന്ന ഇത് തന്നെയാണ്. അവൻ പാപത്തിലൂടെ കടന്നു പോയത് കൊണ്ട് അവന്റെ വില ഒട്ടും കുറയുന്നില്ല. അവനെ അതേപടി സ്വീകരിക്കുന്ന ഒരു യജമാനനെ അല്ലെങ്കിൽ ഒരു പിതാവിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ചെളിയിൽ നമ്മൾ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം വിശുദ്ധ കുരിശന്റെ യോഹന്നാൻ നമ്മളോട് പറയുന്ന, എന്റെ കയ്യിൽ നിന്നും എന്റെ ഒരു സ്വർണത്തിന്റെ മോതിരം ഒരു ചെളിയിൽ വീണു. ആ ചെളിയിൽ വീണത് കൊണ്ട് അതിന്റെ ഗുണവും അതിന്റെ മേന്മയും ഒട്ടും കുറയുന്നില്ല. ഞാൻ അതിനെ അവിടെ ഉപേക്ഷിക്കാനും പോകുന്നില്ല. ഞാൻ അതിനെ ആ ചെളിയിൽ നിന്നും എടുത്ത് ഞാനത് കഴുകി കഴിയുമ്പോൾ അതേപോലെ തന്നെ അതെങ്ങനെയായിരുന്നു അതേ അവസ്ഥയിലേക്ക് തന്നെ മാറുകയും ചെയ്യും. ഇതാണ് മനുഷ്യൻ പാപത്തിലായിരുന്നെങ്കിലും അവന്റെ വിലയ്ക്കൊട്ടും കുറവില്ല എന്ന് പറയുന്നത്. മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു. പിതാവ് മകനെ സ്വന്തം പുത്രനെ നൽകി വീണ്ടെടുത്തവരാണ്. അപ്പൊ അതാണ് നമ്മുടെ യഥാർത്ഥ വിലയെന്നും നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ ദൈവത്തെ തേടുന്ന മനുഷ്യൻ സാധാരണ ഇനി ഒരു കാര്യവും കൂടെ നമ്മൾ ഈ വില മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു മതം എടുത്തു, ലോകത്തിലെ ഏത് മതം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ മതങ്ങളൊക്കെ ചെയ്യുന്ന എന്താണ്? ഈ വിശ്വാസികളൊക്കെ ദൈവത്തെ തേടുന്ന മനുഷ്യനാണ്. അവൻ ദൈവത്തെ തേടിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത എന്താണ്? ക്രിസ്തീയ മതത്തിന്റെ പ്രത്യേകത മനുഷ്യനെ തേടുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നത്. മനുഷ്യന്റെ കൂടെ താമസിക്കുവാൻ, മനുഷ്യന്റെ കൂടെ പാർക്കുവാൻ ഇറങ്ങി വന്ന ഒരു ദൈവത്തെയാണ് നമ്മളോട് കാണുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ദൈവത്തിന്റെ പ്രത്യേകതയെ നമ്മൾ തിരിച്ചറിയുന്നത്. മനുഷ്യ രക്ഷകൻ ജോൺ പോൾ രണ്ടാമന്റെ ചാക്രിക ലേഖനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയാം, മനുഷ്യന് ദൈവം സ്വപുത്രനെ നൽകിയെങ്കിൽ ദൈവത്തിന്റെ കണ്ണിൽ മനുഷ്യൻ എത്രമാത്രം വിലയുണ്ട്. അതായത് ദൈവം അത്രത്തോളം തന്റെ പുത്രനെ തന്നെ നമുക്ക് തരണമെങ്കിൽ ആ ദൈവത്തിന് മുന്നിൽ നമുക്ക് എന്തുമാത്രം വിലയുണ്ട് എന്ന തിരിച്ചറിവ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 2:7 ഇങ്ങനെ പറയാ, വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. അപ്പം വെളിപാടിന്റെ പുസ്തകത്തിൽ നമുക്ക് കുറേയേറെ വചനങ്ങളുണ്ട് കേട്ടോ. ആ പാഠഭാഗം പ്രത്യേകം വായിക്കുകയാണെങ്കിൽ അതിൽ കാണാൻ 2:17, 2:10, 2:26, 28, 3:5, 3:12, 3:21. സമയമില്ലാത്തത് കൊണ്ട് അതെല്ലാം മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. 1-2 ഞാൻ പറഞ്ഞതാണ്. അതായത് ഇതൊക്കെ നമ്മളെ കാണിക്കുന്നത് മനുഷ്യന്റെ വില, മനുഷ്യൻ എന്തുമാത്രം വിലയുണ്ട്, മനുഷ്യാത്മാവിന്റെ വിലയും മഹത്വവും നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി ഈ വിലയും മഹത്വവും തിരിച്ചറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പുണ്യങ്ങളാൽ ഈ ആത്മാവിനെ അലങ്കൃതമാക്കും. നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സാധനം നമ്മുടെ വീട്ടിലുള്ളപ്പോൾ നമ്മൾ അതിനെ എത്രത്തോളം സൂക്ഷിച്ചു വെക്കും. അപ്പോൾ എൻ്റെ ആത്മീയതയിലുള്ള വളർച്ച എന്ന് പറയുന്നത് ഈ ആത്മാവിന്റെ വളർച്ച ഞാൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് എന്താ സംഭവിക്കുന്ന? സ്വാഭാവികമായിട്ടും ഏറ്റവും വാല്യുബിൾ ആയ ഒരു സാധനം, എൻ്റെ കയ്യിലുള്ള സാധനത്തിന് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് വളരെ അലങ്കരിച്ച് ഭംഗിയാക്കി വെക്കും. നമ്മുടെയൊക്കെ ദേവാലയങ്ങൾ അതുകൊണ്ടാണ് അൾത്താരകളൊക്കെ വളരെ മനോഹരമായി നമ്മൾ അലങ്കരിച്ചു വെക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരു ദൈവാലയത്തിന്റെ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ആ ആൾത്താരെയാണ്, അവിടെ അർപ്പിക്കുന്ന ബലികളാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒത്തിരിയേറെ ഒരുക്കങ്ങൾ നടത്തുന്ന, എത്രത്തോളം മനോഹരമായി അലങ്കൃതമാക്കുന്നു. ഇതുപോലെ തന്നെ എന്റെ ആത്മാവിന്റെ വിലയും മഹത്വവും ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതിനെ അലങ്കൃതമാക്കും. അതിനെ ഞാൻ എങ്ങനെ അലങ്കൃതമാക്കും? എനിക്ക് എന്റെ ആത്മാവിനെ അലങ്കൃതമാക്കാൻ പറ്റുന്ന മാർഗം എന്ന് പറയുന്നത് പുണ്യങ്ങളാലാണ് അതിനെ എനിക്ക് അലങ്കൃതമാക്കാൻ കഴിയുക. ദൈവഹിതം തിരയുന്ന ആത്മാവ് അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന ചിന്തയിലൂടെ വളർന്നുകൊണ്ടേയിരിക്കും. അതിനുവേണ്ട മാർഗങ്ങൾ കണ്ടെത്തും. എൻ്റെ ദൈവഹിതം ഞാൻ തിരിച്ചറിഞ്ഞു, ഇനി ആ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള മാർഗങ്ങളിലൂടെ ഞാൻ ചരിച്ചുകൊണ്ടേയിരിക്കും. പുണ്യങ്ങളാൽ സ്വയം അലങ്കൃതമായിരിക്കുന്നു. സങ്കീർത്തകന് 108:1 നമ്മളോട് എങ്ങനെയാ പറയാം? തപക്രിയകളാലും ഇന്ദ്രിയ നിഗ്രഹങ്ങളാലും അനുപാപത്തിന്റെ കണ്ണീരാലും ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവ് അങ്ങനെ ദൈവത്തിലേക്ക് അടുക്കുന്നു. പിന്നിട്ട നാളുകളെയും ഈശോ സ്വന്തമാക്കി ദൈവിക അനുഭവത്തിലേക്ക് ഉയർത്തിയതിനെ ഓർത്ത് സങ്കീർത്തകൻ 30:11 ഇങ്ങനെയാ നമ്മള് സമയം കിട്ടുകയാണെങ്കിൽ വായിച്ചു നോക്കിയോ. അവിടുന്ന് തന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രം അഴിപ്പിച്ച് ആനന്ദമണിയിച്ച് ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ഈ ഒരു അനുഭവത്തിലേക്കുള്ള വളർച്ചയാണെന്നാണ് സങ്കീർത്തകൻ നമ്മൾ ഓർമ്മിപ്പിക്കുക.
ഇപ്പം എളിമ, ഇവിടെ നമ്മൾക്കുണ്ടാവുന്ന ഗുണങ്ങൾ, പുണ്യങ്ങൾ എന്ന് പറയുന്നത് എളിമയിൽ വളരും, വിട്ടുവീഴ്ചകളുണ്ടാവും, ക്ഷമയുണ്ടാവും, ശാന്തതയുണ്ടാവും. ഇതിലൂടെ നമ്മൾ വളരും. ലോകം വളരെ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം വിലപിടിച്ചതായി കരുതിയ എന്റെ ലോകം ഒരു വിലയില്ലാത്തതായി പതുക്കെ പതുക്കെ മാറുന്ന ഒരവസ്ഥയാണ്. ഇതിന് പ്രത്യുപകാരമായി അല്ലെങ്കിൽ പ്രോത്സാഹനമായി ദൈവം നമ്മുടെ ഉള്ളിൽ ആത്മാവിന് ചില അതിവിശിഷ്ടമായ ചില കൃപകൾ കൊണ്ട് അല്ലെങ്കിൽ ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കും. അത് പക്ഷേ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കുണ്ടാവുന്നതാണ് ഭാഷാവരം കിട്ടുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ദർശന വരം ലഭിക്കുന്നവരുണ്ടാവും, രോഗശാന്തി വരം ലഭിക്കുന്നവരുണ്ടാവും, അത്ഭുത പ്രവർത്തക വരം ലഭിക്കുന്നവരുണ്ടാവും, വചന വരം ലഭിക്കുന്നവരുണ്ടാവും, വ്യാഖ്യാന വരം ലഭിക്കുന്നവരുണ്ടാവും, ഉപദേശവരം, ശുശ്രൂഷ വരം, ഇങ്ങനെ പലതരത്തിലുള്ള വരങ്ങളാൽ ഈ ആത്മാവിനെ ദൈവം കുറച്ചുകൂടി സമ്പുഷ്ടമാക്കും അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കും. കാരണം ഈ ആത്മാവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കലാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ദൈവം ഒരു പക്ഷേ നമ്മളെ പ്രോത്സാഹിപ്പിച്ചേക്കാം. പക്ഷെ അതായിരിക്കരുത് എന്റെ ലക്ഷ്യം. എൻ്റെ ആത്മീയമായ ഈ മഹത്വം തിരിച്ചറിയുമ്പോൾ ഈ അഭിഷേകത്തിന് വേണ്ടി മാത്രമായിരിക്കരുത് ഞാൻ ഇത് ചെയ്യുന്നത്, മറിച്ച് ദൈവിക ഐക്യത്തിനും ദൈവിക അനുഭവത്തിനും ദൈവിക സ്നേഹത്തെ പ്രതി മാത്രമായിരിക്കണം ഞാൻ ഇത് ചെയ്യുന്നത്. ഒന്നും ലഭിക്കുന്നതിന് വേണ്ടി ആവരുത്. ഇവിടെ സ്വാർത്ഥത ഉണ്ടാവാത്ത ഒരവസ്ഥയാണ്. ആത്മീയ ഉത്കർഷത്തിനും സഭയുടെ നന്മയ്ക്കും അവരന്റെ ആത്മാവിന്റെ രക്ഷയ്ക്കും ദൈവമഹത്വത്തിനും വേണ്ടിയായിരിക്കണം നമ്മൾ ഇതിനെ വിനിയോഗിക്കേണ്ടത്. ഇനി സ്വർഗീയ ദർശനങ്ങൾ, പരഹൃദയ ജ്ഞാനം, സ്ഥലകാലങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ആയിരിക്കാം ഈ സമയത്ത് ദൈവം തരുന്ന ചില പ്രസാദ വരങ്ങളായിരിക്കാം. ഈ അരൂപികളിലൂടെ നമ്മൾ ക്ഷമാശീലം, സെന്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് നമ്മളോട് ഇങ്ങനെ പറയാ, ക്ഷമാശീലം, സത്സ്വഭാവം, ആന്തരിക പരിത്യാഗം, വിനയം, ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം, അയൽക്കാരുള്ള ആർദ്രത, അവരുടെ അപൂർണതകൾ സഹിക്കുന്നത് എന്നിവയായിത്തീരും. പതുക്കെ പതുക്കെ ഈ ആത്മാവിലേക്ക് നമ്മൾ വളരുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രത്യേകതകളാണ്. ദൈവം നമുക്ക് പലതരത്തിലുള്ള കൃപകൾ തരും. എൻ്റെ വില ഞാൻ തിരിച്ചറിയുമ്പോൾ എൻ്റെ ആത്മാവിനെ ഞാൻ അലങ്കൃതമാക്കിക്കൊണ്ടേയിരിക്കും പുണ്യങ്ങളിലൂടെ. അപ്പൊ ദൈവം എന്നെ പലതരത്തിലുള്ള ദാനങ്ങളിലൂടെ ഇരിക്കണമെന്നില്ല, ഇരിക്കാം. അപ്പം ഈ വളർച്ചയുടെ ഈ ഘട്ടത്തിനെ നമുക്ക് രണ്ട് തരം പ്രലോഭനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഫ്രാൻസിസ് ഡി സെയിൽസ് നമ്മൾ ഓർപ്പിക്കുന്നത്. അതായത് ഈ വളർച്ചയുടെ ഈ ഘട്ടത്തിൽ എത്തിയെങ്കിലും നമ്മൾ പറഞ്ഞു ദൈവിക സ്മരണയിൽ നമ്മൾ വളരുമ്പോൾ പ്രലോഭനങ്ങൾ നമ്മൾ ഉണ്ടാവാം. ഈ ഘട്ടത്തിൽ നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാവാം. ഏതൊക്കെ തരത്തിലുള്ള പ്രലോഭനങ്ങളാണ്? ഇനിയും അപൂർണത ഉണ്ടെന്നറിഞ്ഞ് ആകുല ചിത്തരായി മാറാം. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഒത്തിരിയേറെ അപൂർണതകൾ ഉണ്ടല്ലോ എന്നോർത്ത് നമുക്ക് ആ ഉത്സാഹം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം. രണ്ടാമതായി, എല്ലാ കുറവുകളിൽ നിന്നും വിമുക്തരാണെന്ന് കരുതി ചിറകുകളില്ലാതെ പറക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പം ഒന്നുകിൽ നമ്മൾ ഒത്തിരിയേറെ അപൂർണതകൾ ഉണ്ടല്ലോ എന്നോർത്ത് നമ്മൾ നിരാശപ്പെടും. രണ്ട്, ഒരു അപൂർണതയും ഇല്ല എന്ന് കരുതി ചിറകുകളില്ലാത്ത പക്ഷിയെ പോലെ പറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു അവസ്ഥയായിരിക്കാം ഈ പ്രത്യേകിച്ച് നമുക്ക് ആത്മാവിനെ അലങ്കൃതമാക്കുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ പുണ്യങ്ങളാൽ ആത്മാവിനെ അലങ്കൃതമാകുമ്പോൾ ആത്മാവ് എന്ത് സംഭവിക്കും? ആത്മാവ് ഒരു തരം സ്തുതിപ്പിൽ ലയിക്കുന്നു. 9-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആത്മാവ് സ്തുതിക്കാൻ തുടങ്ങും. ഈ സ്തുതിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദൈവിക സാന്നിധ്യത്താൽ ഉണർന്ന ആത്മാവ് ദൈവത്തെ ദർശിക്കുന്നതിലൂടെയുള്ള സ്വാഭാവികമായ പ്രതികരണമാണ് സ്തുതി. ഈ സ്തുതി എന്ന് പറയുന്നത് ഒരു ഒച്ചപ്പാട്ടുണ്ടാക്കില്ല, മറിച്ച് ഞാൻ എൻ്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്വാഭാവികമായി എന്നിലുണ്ടാവുന്ന ഒരു പ്രതികരണമാണ്. പഴയ നിയമം പലരും എടുത്ത് നോക്കിക്കോ. ദൈവത്തെ കാണുന്ന സമയങ്ങളിൽ എങ്ങനെ ദൈവത്തോട് പ്രതികരിക്കണമെന്ന് അറിയാതെ ആയിരുന്നെങ്കിലും അവർ ദൈവത്തോട് പ്രതികരിച്ചിരുന്ന ഒരു ജനതയായിരുന്നു. കാരണം എങ്ങനെയാണ്? ആ ഒരു പ്രതികരണത്തിനാണ് നമ്മൾ സ്തുതി എന്ന് വിളിക്കുക. അത് ഞാൻ അറിയാതെ എൻ്റെ ആത്മാവിൽ നിന്നും എന്നിലേക്ക് കടന്നു വരുന്ന അതാണ്. ഇനി ഈ സ്തുതിയുടെ അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം സൃഷ്ടി പ്രകടമാകുന്ന മുഖ്യമായ മാർഗമാണ് ഈ സ്തുതിയും ആരാധനയും. ദൈവസ്തുതി ആത്മാവിന് ഏറെ ഇഷ്ടമുള്ളതും ആനന്ദപ്രദവുമായ പ്രവൃത്തിയാണ്. നമ്മുടെ മതബോധന ഗ്രന്ഥം നമ്മോട് പറയുക മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണെന്ന്. പക്ഷെ ആ ഒരു ബോധ്യത്തിലേക്ക്, ഈ ഒരു വളർച്ചയിലേക്ക് ഒരാൾ വളർന്നെങ്കിൽ മാത്രമേ അയാൾക്ക് ആ ബോധ്യത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നും കൂടെ നമ്മൾ തിരിച്ചറിയണം. സങ്കീർത്തകൻ 98:4 ഇങ്ങനെ നമ്മളോട് പറയും, ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം പാടട്ടെ, ആഹ്ലാദ ആരവത്തോടെ അവിടുത്തെ സ്തുതിക്കട്ടെ. അപ്പോൾ ആ ഒരു സ്തുതിപ്പിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു അവസ്ഥയാണത്. കർത്താവിന്റെ ആത്മാവ് കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ ഓരോന്നായി ഉദ്ഘോഷിക്കട്ടെ, ദൈവത്തിന് സ്തുതിയും നന്ദിയും സമർപ്പിക്കുകയും ചെയ്യട്ടെ. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു അവസ്ഥയാണത്. ആത്മാവ് ദൈവം ചെയ്ത ശരി, നമ്മൾ ഇനി ആത്മാവിന്റെ സ്തുതിപ്പിലേക്ക് കടക്കാം. ഈ സ്തുതിപ്പിലൂടെ ഞാൻ രുചിച്ചറിഞ്ഞ ഈശോയെ
ആത്മാവ് രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച് ഏറ്റുപറയുമ്പോഴാണ് നമ്മൾ സ്തുതിക്കുക. അതായത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ സ്തുതിപ്പ് വരുന്നത്. എൻ്റെ ദൈവിക അനുഭവത്തിൽ നിന്നും ഈ സ്തുതിക്കണം എന്ന് കരുതി സ്തുതിക്കുന്നതല്ല, മറിച്ച് എൻ്റെ ദൈവിക അനുഭവങ്ങൾ എന്നെ കൊണ്ട് എത്തിക്കുന്ന ഒരു അവസ്ഥയാണത്. അപ്പം ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മനുഷ്യൻ നടത്തുന്ന അധര വ്യായാമമല്ല അത്, മറിച്ച് എൻ്റെ ഭൗതിക അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കില്ല, മറിച്ച് എൻ്റെ ദൈവത്തിനോട് എനിക്ക് സ്വാഭാവികമായും തോന്നുന്ന ഒരു ആഗ്രഹം എന്നിൽ ഒരു സ്തുതിപ്പായി പുറത്തേക്ക് വരുന്നതാണ്. സ്തുതിപ്പിന് 2 തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടെന്നാണ് നമ്മളോട് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുക. 1083 ഇങ്ങനെ പറയുക. ഒന്ന് ആരോഹണ തരത്തിലുള്ള ഒരു സ്തുതിപ്പുണ്ട്. എന്താണ് ഈ ആരോഹണ തലത്തിലുള്ള സ്തുതിപ്പ്? പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് ഉയരുന്നു, എന്നിൽ നിന്നും പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തുവിലൂടെ പിതാവിലേക്ക് ഉയരുന്ന സ്തുതിപ്പാണത്. രണ്ടാമത്തെ സ്തുതിപ്പോ അത് അവരോഹണ തലത്തിലാണ്. ആരോഹണ തലത്തിലും അവരോഹണ തലത്തിലും. അത് പിതാവിൽ നിന്നും ക്രിസ്തുവിലൂടെ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നമ്മിൽ വന്ന് നിറയുന്ന ഒരവസ്ഥയാണ്. അപ്പം ആരോഹണാവസ്ഥയിലും അവരോഹണാവസ്ഥയിലും എനിക്ക് സ്തുതിക്കാൻ പറ്റും. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു സ്തുതിപ്പിലേക്ക് നമ്മൾ കിടക്കുക. ഈ സ്തുതിപ്പിലൂടെ നമ്മൾ ആത്മാവ് വിശുദ്ധിയിലേക്ക് പതുക്കെ പതുക്കെ പറന്നുയരുന്നു. അപ്പൊ വിശുദ്ധിയിലേക്ക്, ആത്മീയത എന്ന് പറയുന്നത് തന്നെ വിശുദ്ധിയിലേക്കുള്ള വളർച്ചയാണെന്നാണ് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞത്. അപ്പൊ ഈ ഒരു 10ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ഈ ഒരു വിശുദ്ധിയിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ എത്തുകയാണ്. അതായത് ദൈവ സാന്നിധ്യം അനുഭവിച്ച് പതുക്കെ ഉണർന്ന ആത്മാവ് സ്തുതികളിലൂടെയും ദൈവിക സാന്നിധ്യ സ്മരണയിലൂടെയും ശുദ്ധീകരിക്കപ്പെട്ട് സ്വയം ദൈവഹിതത്തിന് സമർപ്പണം നടത്തുന്നു. അത് വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. അപ്പോൾ എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഈ ഒരു സീരീസ് ഓഫ് അനുഭവങ്ങളിലൂടെയാണ് ഞാൻ ഈ ഒരു വിശുദ്ധിയിലേക്ക് എത്തുക. നാം സൃഷ്ടിക്കപ്പെട്ടത് മറ്റുള്ളവരുടെ നന്മയും സൃഷ്ടാവും രക്ഷകനും അത്യുന്നതനുമായ ദൈവത്തിനെ സ്നേഹിക്കുവാനും നിത്യഭാഗ്യം പ്രാപിക്കുവാനുമാണ്. ഇതിലേക്കുള്ള വഴിയാണ് വിശുദ്ധി. ഇപ്പൊ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം ആനന്ദിച്ച് ആഹ്ലാദിച്ചുവിൻ, അത് വായിക്കുകയാണെങ്കിൽ അതിനകത്ത് വിശുദ്ധിയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? എന്റെ സൃഷ്ടാവിന് എന്നെ കുറിച്ച് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഈ സ്വപ്നത്തിലേക്ക് ഞാൻ നടന്നെടുക്കുന്നതാണ് ജീവിത വിശുദ്ധി എന്ന് പറയുക. അതായത് എൻ്റെ ജീവിതത്തില് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാരണ കാര്യങ്ങളിൽ, സാധാരണതകളില് ദൈവികതയെ കണ്ട് ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തെ പ്രതി ഞാൻ ചെയ്യുന്നതൊക്കെ എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാം എന്നാണ് ഫ്രാൻസിസ് പാപ്പ നമ്മളെ 2018 ഇറങ്ങിയ ഈ ചാക്രിക ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് ഇതൊരു ബോധ്യമാണ്. എന്താണ്? ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് മറ്റുള്ളവരുടെ നന്മയ്ക്കും സൃഷ്ടാവിനും വേണ്ടിയുമാണ് എന്ന ബോധ്യത്തിലേക്കുള്ള വളർച്ച. ആ ഒരു വളർച്ചയാണ് ജീവിത വിശുദ്ധിയും. ദൈവത്തിന് സൃഷ്ടിയെക്കുറിച്ചുള്ള പദ്ധതിയാണ് അവിടുത്തെ പരിശുദ്ധിയിൽ പങ്കുവറ്റുക എന്നത്. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധി എന്നാൽ അശുദ്ധി ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല, പാപമില്ലാത്ത മനുഷ്യാത്മാവ് കഴിഞ്ഞു എന്നത് വിശുദ്ധിയല്ല, മറിച്ച് വിശുദ്ധിയിലേക്കുള്ള ആദ്യ പടിയായത്. പാപം ചെയ്യാത്തത് കൊണ്ട് മാത്രം ഒരാളും വിശുദ്ധനാകുന്നില്ല. ദൈവിക വിശുദ്ധി അല്ലെങ്കിൽ ദൈവിക വിളി, ആ ദൈവിക പരിശുദ്ധിയിലേക്കുള്ള വിളിയിലേക്ക്, ദൈവത്തിന്റെ പരിപൂർണതയിലേക്ക് ഞാൻ നടന്നെടുക്കുന്നതാണ് ഈ വിശുദ്ധി. അതായത് പരിശുദ്ധിയിലേക്ക് ഞാൻ മാറുക എന്ന് പറയുന്നത് ദൈവ ഐക്യത്തിലേക്ക് ഞാൻ വളരുന്നത്. പാപമില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറുന്നതല്ല, മറിച്ച് ദൈവിക ഐക്യത്തിലേക്ക് ഞാൻ വളരുന്നതാണ്. അത് വിശുദ്ധിയും ശുദ്ധതയും ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ലൈംഗിക കഴിവുകളെ ജീവിതാന്തസ്സിന് യോജിച്ച വിധം ദൈവഹിത പ്രകാരം ഉപയോഗിക്കുന്നതിനാണ് നമ്മൾക്ക് ഈ ഒരു എന്താ പറയുന്നത് ഈ ശുദ്ധതാ പാലനം അടങ്ങിയിരിക്കുന്നത്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും സംശുദ്ധി ഉണ്ടായിരിക്കുക. സംശുദ്ധമായ സ്നേഹം നിറയ്ക്കലാണ് ശുദ്ധം, അല്ലെങ്കിൽ ശുദ്ധത എന്ന് പറയുന്നത് തന്നെ അശുദ്ധതയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ വളരുകയാണ്. അപ്പം പലതരത്തിലുള്ള തെറ്റായ ആഗ്രഹങ്ങൾ ഈ സമയത്ത് എന്നിലേക്ക് കടന്നു വരാം, അല്ലെങ്കിൽ ആത്മശക്തി ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ വരാം. സദാസുഖം അന്വേഷിക്കുന്ന ഒരു ശരീരത്തിന് ശുദ്ധത പാലനം അസാധ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ബുദ്ധിക്കും ശുദ്ധീകരണം ആവശ്യമാണ്. അതിന്റെ ബുദ്ധിക്ക് പോലും ശുദ്ധീകരണം ആവശ്യമാണ്. പലപ്പോഴും എന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു പാപത്തിലേക്ക് നമ്മൾ വീഴുന്നതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ചിന്തകളിലേക്കും പലതരത്തിലുള്ള ഇസങ്ങളിലേക്കും നമുക്ക് പോകാം. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ചില വാക്കുകളാണിത്. ഏത് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എന്താ, ദൈവം ഒന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇതൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു പരത്തുന്ന പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് ശുദ്ധിയില്ലാത്തത് കൊണ്ടും ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ട് ചിന്തകളെ പല കാര്യങ്ങൾ സ്വാധീനിച്ചത് കൊണ്ടും ഞാൻ എത്തിപ്പെടുന്ന അജ്ഞതയുടെ ഒരു ഭാഗമാണത്. അപ്പോൾ എന്റെ ശുദ്ധി എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ ശുദ്ധി എന്ന് പറയുന്നത് ശരീരത്തിന്റെ ശുദ്ധിയും മനസ്സിന്റെ ശുദ്ധിയും എന്റെ ബോധ്യങ്ങളുടെ ശുദ്ധിയും കൂടി ആയിരിക്കണം. ഈ തെറ്റായ ആശയങ്ങള് തിരിച്ചറിയാനുള്ള ബോധ്യവും കൂടി എനിക്ക് വേണം. വിശുദ്ധി എന്നത് ദൈവത്തിന്റെ ഹിതം നിറവേറ്റലിൽ അടങ്ങിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തില് 7:21 ഇങ്ങനെ പറയാ, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അത് വിശുദ്ധിയോടുകൂടിയാണ് ഒരാൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്നാൽ ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതിന് കർത്താവ് തന്നെ പറയുന്ന ഒരു നിർവചനമാണ്, കർത്താവെ കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, മറിച്ച് ദൈവത്തിന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് ജീവിത വിശുദ്ധിയിൽ വളരുന്നത്. അതായത് ദൈവഹിതം നിറവേറ്റിയല്ല. ഇപ്പം ആലോചിച്ച് നോക്കിയാൽ, ദൈവഹിതം നിറവേറ്റലാണ് യഥാർത്ഥത്തിൽ വിശുദ്ധി. അപ്പോൾ അശുദ്ധി എങ്ങനെയാണ് ഭൂമിയിലേക്ക് കടന്നു വന്നതെന്ന് ചിന്തിച്ചു നോക്കിയേ. ആദവും ഹവ്വയും ആദ്യം ചെയ്ത പാപം എന്തായിരുന്നു? അവര് ദൈവഹിതം നിറവേറ്റിയില്ല. ദൈവഹിതം നിറവേറ്റുന്നവൻ ആരോ അവനാണ് വിശുദ്ധൻ എന്ന് പറയുമ്പോൾ, ഈ ദൈവഹിതം അവരെ നിറവേറ്റാതിരിക്കുമ്പോഴാണ് ആദ്യ പാപം മനുഷ്യനിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ ആദ്യ പാപത്തിന് ദൈവം കൊടുത്ത വില എന്താണ്? ഒരു പരിഹാര ബലിയാണ്. ദൈവം എന്താ ചെയ്യുന്നത്? അവൻ തന്നെ ഈ സഹനത്തിന് സ്വയം സമർപ്പിച്ച് മരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ഫിലിപ്പീൻസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 2:17 നമ്മളെ 2:7 നമ്മളെ ഓർപ്പിക്കുന്ന കാര്യമാണിത്. അതായത് അനുസരണക്കേടിലൂടെ ഒരാൾ പാപം ഭൂമിയിലേക്ക് വന്നെങ്കിൽ, എന്നാൽ മരണം വരെ അനുസരിച്ചുകൊണ്ട് മറ്റൊരാള് ഈ പാപം നമ്മളിൽ നിന്നും എടുത്തു മാറ്റുകയാണ്. അപ്പൊ വിശുദ്ധി എന്നാൽ ദൈവ ഐക്യം തന്നെ. അപ്പൊ അതായത് വിശുദ്ധി എന്ന് പറയുന്നത് ദൈവ ഇഷ്ടം നിറവേറ്റലും എന്നാൽ ദൈവവുമായി ഐക്യപ്പെടലും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവിനെ വിശുദ്ധീകരിച്ച് സന്മാർഗവും ദൈവികവുമായ പുണ്യങ്ങൾ കൊണ്ട് അതിനെ അലങ്കരിച്ചു കഴിയുമ്പോൾ ദൈവൈക്യത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുന്നു. ഈ ഘട്ടത്തിൽ ആത്മാവ് ചില പ്രത്യേകതകൾ തേടുന്നു. അതായത് നമ്മൾ ഈ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിരന്തരം ദൈവ സാന്നിധ്യ അനുഭവം കൊണ്ട് നിറയുന്നു. ആത്മാവില് ദൈവസ്നേഹം ഏക പുണ്യമായി മാറുന്നു. പ്രാർത്ഥന ദൈവൈക്യ അനുഭവമായി മാറുന്നു. ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി മാറുന്നു. ഈ 4 അനുഭവങ്ങളിലൂടെ നമുക്ക് ഈ സമയത്ത് വിശുദ്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കടന്നു പോകാൻ പറ്റും. ഈ ഘട്ടങ്ങളിൽ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ കൊണ്ട് നിറയുന്നു. പുണ്യങ്ങളും ദാനങ്ങളും കൊണ്ട് നമ്മുടെ മാനുഷിക വ്യാപാരങ്ങൾക്കനുസരിച്ച് അതായത് പുണ്യങ്ങളും ദാനങ്ങളും നമ്മൾ തിരിച്ചറിയണം. പുണ്യങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മാനുഷിക വ്യാപാരങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ ദാനങ്ങളോ പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനനുസരിച്ച് നമ്മെ പ്രവർത്തിപ്പിക്കുന്നതാണ് ദാനങ്ങൾ. ഇതാണ് ദാനങ്ങളും പുണ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം. പുണ്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് അഭ്യസിക്കാൻ പറ്റും. ഏതൊരു പുണ്യം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കതിനെ അഭ്യസിക്കാൻ പറ്റും. എന്നാൽ ദാനങ്ങളോ, അത് പരിശുദ്ധാത്മാവ് തിരുമനസ്സാകുമ്പോൾ മാത്രം നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ബുദ്ധിയെ ഈ ദാനങ്ങൾ നമ്മൾ 2 തരത്തിൽ നമുക്കിതിനെ തരംതിരിക്കാൻ പറ്റും. നമുക്ക് 7 ദാനങ്ങളാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ഈ 7 ദാനങ്ങളെ നമുക്ക് 2 തിരിക്കാൻ പറ്റും. 1 ബുദ്ധിയെ വിശുദ്ധീകരിക്കുന്നത്, 2 മനസ്സിനെ വിശുദ്ധീകരിക്കുന്നത്. ബുദ്ധിയെ വിശുദ്ധീകരിക്കുന്നത് ഏതൊക്കെയാണ്? എന്റെ വിവേചനം, ബോധജ്ഞാനം, ബുദ്ധി സാമർഥ്യം, അറിവ്, ഈ 4 എന്റെ ബുദ്ധിയെ വിശുദ്ധീകരിക്കുന്നത്. എന്റെ മനസ്സിനെ വിശുദ്ധീകരിക്കുന്ന ഏതാണ്? ആത്മശക്തി, ഭക്തി, ദൈവഭയം. ഇതാണ് എന്റെ ആത്മാവിനെ അല്ലെങ്കിൽ എന്റെ മനസ്സിനെ വിശുദ്ധീകരിക്കുന്നത്. ഈ വിശുദ്ധിയുടെ ഉപരി എന്ന് പറയുന്നത് അഭിഷേകത്തിൽ എത്തിച്ചേരലാണ്. അഭിഷേകത്തിനായി ദാഹിക്കുന്ന ഒരു ആത്മാവ് നമ്മളിലൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഭിഷേകം എന്ന് പറയുന്നത് സൗഖ്യദായകമാണ്. പലതരത്തിലുള്ള അഭിഷേകങ്ങൾ നമുക്ക് ലഭിക്കാം. എന്നാൽ ഈ അഭിഷേകങ്ങളുടെ നിറവില് അല്ലെങ്കിൽ വിശദീകരിക്കപ്പെട്ട് നിറയുമ്പോഴെന്താ സംഭവിക്കുന്നത്? സ്വർഗീയമായ ജീവിതം, നിത്യസത്യങ്ങള്, ദർശനവരങ്ങള്, ഇതൊക്കെ ഒരു മനുഷ്യന് ലഭിക്കുന്നു. അത് നമ്മളെ അല്ലെങ്കിൽ ഈ ശുദ്ധീകരണം നമ്മളെ എത്തിക്കുന്നത് ആത്മാവ് വിശുദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ആത്മാവിന്റെ ഏക സ്നേഹ വിഷയമായി മാറുന്നു. അപ്പൊ നമ്മുടെ ഉള്ളില് നമ്മുടെ പല വിഷയങ്ങളിൽ നമ്മൾ പതുക്കെ നമ്മുടെ മനസ്സിനെ ഏകീകരിച്ച് ഒറ്റ വിഷയത്തിലേക്ക് അടുക്കുന്നു. അല്ലെങ്കിൽ ആത്മാവിന്റെ ഏക സ്നേഹ വിഷയമായി ദൈവം മാറുന്നു. ആത്മാവ് ഈശോയെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഈ ലോകം സന്തോഷങ്ങളൊക്കെയും ആത്മാവിന് മടുപ്പുളവാക്കി തീർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടക്കും. ആത്മീയ വരങ്ങളും ദർശനങ്ങളും സ്വർഗം പോലും ആത്മാവിന്റെ അഭിഷേക വിഷയമല്ലാതാവുകയും
ദൈവം മാത്രം സ്നേഹ വിഷയമായി മാറിയും. ഇതുവരെ സ്വർഗവും എന്റെ പുണ്യവും എന്റെ പാപവും ഒക്കെ എന്റെ വിഷയമായിരുന്നെങ്കിൽ, എന്നാൽ ഈ ഒരു അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ദൈവം മാത്രമായി എന്റെ സ്നേഹ വിഷയം ചുരുങ്ങുന്ന ഒരവസ്ഥയാണത്. ആത്മാവിന്റെ കണ്ണും കാതും ശ്രദ്ധ മുഴുവനും ഈശോയിൽ മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണിത്. നശിച്ചാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് ദ്വേഷിക്കപ്പെട്ടാലും അവിടുത്തെ സ്നേഹത്തിന് വേണ്ടി ജീവിക്കുക എന്നതാണ് ഏക ആഗ്രഹമായി മാറുന്നത്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതിനും എനിക്ക് മടിയില്ല, അല്ലെങ്കിൽ for me to live or to die both is Christ. ഇത് രണ്ടും ദൈവമാണ് എന്നാണ് ആ വിശുദ്ധം പറയുക. ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അതായത് എനിക്ക് എന്നെ കുറച്ചുകൂടി എന്റെ ദൈവത്തെ, ഞാൻ അനുഭവിച്ച ദൈവത്തെ പകർന്നു കൊടുക്കാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ജീവനും മരണവും ഒന്നുപോലെയാണ് എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു വളർച്ചയാണ്. വിശുദ്ധ ലോറൻസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ്? നശിച്ചാലും ശിക്ഷിക്കപ്പെട്ടാലും അവിടുത്തെ സ്നേഹത്തിന് വേണ്ടി ജീവിക്കുക എന്നതാണ് ഏക ആഗ്രഹം. അത് മറ്റൊരാഗ്രഹവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ദൈവം മാത്രമായി, അല്ലെങ്കിൽ ദൈവസ്നേഹം മാത്രമായി എൻ്റെ ആഗ്രഹങ്ങൾ ചുരുങ്ങുന്ന ഒരവസ്ഥ. ഇനി ആ സ്നേഹം നമ്മളെ എന്തിലേക്ക് അടുപ്പിക്കും? കരുണയായി ഔന്നത്യം പ്രാപിക്കുന്നു. അല്ലെങ്കിൽ ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവും കൂടിയാണ്, പതുക്കെ പതുക്കെ കേട്ടോ. അതായത് സ്നേഹം അനേക രൂപഭാവങ്ങളിൽ പ്രകടിതമാവുകയാണ് ചെയ്യുക. ഏറ്റവും ശ്രേഷ്ഠമായ പ്രകടിതഭാവം, സ്നേഹത്തിന് നമുക്ക് പലതരത്തിലുള്ള പ്രകടനങ്ങളുണ്ട്, പലതരത്തിലാണ് സ്നേഹത്തെ പ്രകടിപ്പിക്കുക. എന്നാൽ ഇതിൽ ഏറ്റവും മൂർത്തമായവും ഏറ്റവും ശ്രേഷ്ഠവുമായ ഭാവമാണ് കരുണയോടുള്ള സ്നേഹം, കരുണാർദ്രമായ സ്നേഹം. അതായത് ഈ കരുണയുടെ പ്രത്യേകത എന്താണ്? അർഹിക്കപ്പെടാത്തതും അവകാശമില്ലാത്തതും കുറവുകൾ പരിഗണിക്കാത്തതുമാണ് കരുണാർദ്ര സ്നേഹം. ഞാൻ ഈ സ്നേഹം അർഹിക്കുന്നില്ല, എന്നാൽ എനിക്കിതിന് അവകാശവും ഇല്ല, എന്നാൽ എന്റെ കുറവുകൾ കൊണ്ട് എനിക്ക് സ്നേഹത്തിന് ഒരു തരത്തിലുള്ള യോഗ്യതയും ഇല്ല എങ്കിലും എന്നോട് മറ്റുള്ളവർ കാണിക്കുന്ന ഈ സ്നേഹത്തിനും ഈ കരുണയ്ക്കാണ് അതിനെ നമ്മൾ അങ്ങനെ വിളിക്കുക. അത് സ്നേഹത്തിന്റെ ഈ ഒരു കവിഞ്ഞൊഴുകലിനെയാണ് നമ്മൾ കരുണ എന്ന് വിളിക്കുക. കരുണയും അല്ലെങ്കിൽ മെർസി ആൻഡ് ജസ്റ്റിസ് നമ്മൾ തിരിച്ചറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നീതി എന്ന് പറയുന്ന മറ്റൊരാൾ അർഹിക്കുന്നത് അയാൾക്ക് കൊടുക്കുന്നതാകുമ്പോൾ, കരുണ എന്ന് പറയുന്നത് മറ്റൊരാൾ അർഹിക്കുന്നില്ലെങ്കിലും ഞാൻ അത് അയാൾക്ക് കൊടുക്കുന്നതാണ് കരുണ. ആത്മീയ പൂർണ്ണത കരുണാർദ്ര സ്നേഹത്തിന്റെ നിറവാണ്. പലതരത്തിലുള്ള പൂർണ്ണതകളുണ്ട്. അപ്പൊ നമ്മൾ ആത്മീയമായ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. എന്താണ് ഈ പൂർണ്ണത എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ധാർമ്മികമായ പൂർണ്ണതയുണ്ട്, കഴിവുകളുടെ പൂർണ്ണതയുണ്ട്, ക്രമങ്ങളുടെ പൂർണ്ണതയുണ്ട്, ആത്മീയ പൂർണ്ണതയുണ്ട്. അതായത് ധാർമ്മികമായ മോറൽ പെർഫെക്ഷൻ, പിന്നെ മെറ്റഫിസിക്കൽ പെർഫെക്ഷൻ, അല്ലെങ്കിൽ പെർഫെക്ഷൻ ഓഫ് ദി ഓർഡർ, സ്പിരിച്വൽ പെർഫെക്ഷൻ. അപ്പോൾ പരസ്നേഹത്തിലേക്ക് പതുക്കെ പതുക്കെ ഈ പെർഫെക്ഷൻ എന്നെ അടുപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്റെ ധാർമ്മികമായ പൂർണ്ണതയിലൂടെ, എന്റെ കഴിവുകളിലത്തെ പൂർണ്ണതയിലൂടെ, ക്രമങ്ങളുടെ പൂർണ്ണതയിലൂടെ ആത്മീയമായ പൂർണ്ണത ഞാൻ കൈവരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അതെന്നെ ഒരു സ്നേഹാഭിഷേകത്തിലേക്ക് വളർത്തും. അപ്പോൾ സ്നേഹം സ്വീകരിക്കാനും കൊടുക്കുവാനുമുള്ള അഭിവാഞ്ചയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ പ്രത്യേകത ഏതാണ്? നമ്മൾ ആദ്യം പറഞ്ഞ ഈ 3 പുണ്യങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനങ്ങളാണ്. പ്രത്യാശ, വിശ്വാസം, സ്നേഹം. എന്നാൽ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്ന്, ഇത് 3 നമ്മൾ ദൈവത്തിന് സ്വീകരിക്കുന്നതാണ്. സ്വീകരിക്കാനും കൊടുക്കുവാനുമുള്ള അഭിവാഞ്ചയിലാണ് നമ്മളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആത്മാവ് ദൈവമായി ചേരാനുള്ള ഒരു വാഞ്ച ഉണ്ട് എന്ന് പറയുന്നത് പോലെ സ്നേഹിക്കുവാനുള്ള ഒരു കഴിവും ദൈവം മനുഷ്യന് തന്നിട്ടുണ്ട്. അപ്പൊ മാനുഷികമായ ഈ ബന്ധങ്ങളൊന്നും മനുഷ്യനെ തൃപ്തിപ്പെടുത്തുന്നില്ല. കാരണം ഇവയിലെല്ലാം അപൂർണതയുള്ള പലതരത്തിലുള്ള ബന്ധങ്ങൾ നമുക്കറിയാം. മാനുഷികമായ സ്നേഹം, അപ്പന് മകനോടുള്ള സ്നേഹം, മകൻ അപ്പനോടുള്ള സ്നേഹം, നമുക്ക് പ്രപഞ്ചത്തോടുള്ള സ്നേഹം, നമുക്ക് വ്യക്തികളോടുള്ള സ്നേഹം, നമ്മുടെ കൂട്ടുകാരോടുള്ള സ്നേഹം, പലതരത്തിലുള്ള സ്നേഹങ്ങളുണ്ട്. എന്നാൽ ഈ സ്നേഹങ്ങളൊന്നും പൂർണ്ണമായ സ്നേഹങ്ങളല്ല. ഇതൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നിന്നു പോകുന്നതോ അല്ലെങ്കിൽ ശോഷിച്ചു പോകുന്നതോ അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റത്തിന് വിധേയമാവുന്നതോ ആണ് ഈ സ്നേഹങ്ങൾ. എന്നാൽ യഥാർത്ഥമായ പൂർണ്ണമായ സ്നേഹം എന്ന് പറയുന്നത് അർപ്പണപരമായ സ്നേഹമാണ്, അല്ലെങ്കിൽ അഗാപ്പെ. ഇതിനാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിനെ വിളിക്കുന്നതാണ് അഗാപ്പെ. എന്താണ് ആ വലിയ സ്നേഹം എന്ന് പറയുന്നത്? ഒരുവൻ തന്റെ ജീവൻ മറ്റൊരാൾ തന്റെ സുഹൃത്തിന് വേണ്ടി തന്റെ ജീവനെ പോലും ബലി കൊടുക്കുവാൻ പറ്റുന്ന ഒരു സ്നേഹമാണ് ഈ സ്നേഹം. ഇതാണ് ഈശോ ചെയ്യുന്നത്. അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്നെ കൊടുക്കുകയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അങ്ങനെ നിലയിൽ ഈശോ പഠിപ്പിച്ചതിന് ശേഷം അവൻ ചെയ്യുന്നത് അതാണ്. അപ്പോൾ ഇതാണ് എന്നെ ആ വിശുദ്ധിയിലേക്ക് അടുപ്പിക്കുന്നത്. ഈ വിശുദ്ധിയിലേക്ക് എന്നെ അടുക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കുടുംബത്തിലേക്ക് നമ്മൾ കടക്കണം. കുടുംബമാണ് ഈ വിശുദ്ധിയുടെ വിളനിലം.
അപ്പോൾ കുടുംബം ഈ വിശുദ്ധിയുടെ വിളനിലം എന്ന് പറയുമ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കണം, മനസ്സിരുത്തി അധ്യായം വായിക്കണം. ഞാൻ അതിന്റെ എല്ലാ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല. നമ്മുടെയൊക്കെ സുഹൃത സമ്പന്നമായ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ചെറുപ്പത്തിലുള്ള വളർച്ചകളുമാണ് പലപ്പോഴും നമ്മളെ ഈ ഒരു വിശുദ്ധിയിലേക്ക്, ജീവിത വിശുദ്ധി ആഗ്രഹിക്കാനും ദൈവ ഐക്യത്തിലേക്കും ത്രിത്വ ഐക്യത്തിലേക്കും വളരാനും നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ചെറുപ്പത്തിൽ വളർന്നിരിക്കുന്ന അതിന് ഒത്തിരിയേറെ അനുഭവങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോൺ ബോസ്കോയെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ, പാദ്രി പിയോ എടുക്കുകയാണെങ്കിൽ, കൊച്ചു തെരേസ, അൽഫോൻസാമ, മദർ തെരേസ, ഇവരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ ഇവർ കണ്ടു വളർന്നു വന്ന ഒരു അനുഭവം കൂടെ ആയിരുന്നു. ബെനഡിക്ട് 16 മാപ്പാപ്പ ഓൺ കോൺഷ്യൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അതിൽ അദ്ദേഹം എങ്ങനെയാണ് തന്റെ മനസ്സാക്ഷി രൂപപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത് കുറേയേറെ ചെടികളും മരങ്ങളും അല്ലെങ്കിൽ ഒത്തിരിയേറെ പഴച്ചെടികൾ നിറഞ്ഞ ഒരു ഓർച്ചാർഡ് ഉണ്ടായിരുന്നു പറയുന്നത്. സിസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരുന്ന ഓർച്ചാർഡ്. അവിടെ ഒരിക്കൽ പോലും അവിടെ ഒരാൾ പറിച്ചു കൊടുക്കാൻ ആളുണ്ടായിരുന്നില്ല. മറിച്ച് ഈ സിസ്റ്റർമാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗേറ്റിന് മുൻപിലും ഒരു ബോർഡ് വെച്ചു, ഒരു ബോക്സും വെച്ചു. ഓരോ പഴത്തിനും ഇത്ര പൈസ. ആരുമില്ല അവിടെ, അവരെ നോക്കാനും ഇല്ല, ഒന്നും CCTV ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പം പോപ്പ് പറയുന്നത് ഇങ്ങനെയാണ്, പക്ഷെ ഞങ്ങളുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടായിരുന്നു, നമ്മളൊക്കെ നോക്കുന്ന ദൈവമാണ്. അപ്പൊ നമ്മൾ ഒരു പഴം പറിച്ചാൽ ആ പഴത്തിന്റെ പൈസ എത്രയാണോ അവിടെ എഴുതിയത് അത് ആരും കാണുന്നില്ലെങ്കിൽ തന്നെ ഞങ്ങൾ അതിൽ നിക്ഷേപിക്കുമായിരുന്നു. അങ്ങനെയാണ് ഒരു വളർന്നു വരുന്നത്. അപ്പൊ മദർ തെരേസയുടെ ജീവിതത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ, മദർ തെരേസയുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകളിലൂടെയാണ് മദർ കടന്നു പോകുന്നത്. ചെറുപ്പകാലങ്ങളിൽ അപ്പൻ ഒരു കാലഘട്ടത്തിൽ അവരെ നഷ്ടപ്പെടുന്നു, അപ്പം മരിക്കുന്നു. വിഷം തീണ്ടിയാണ്, വിഷത്തിലൂടെയാണ് അപ്പം മരിക്കുന്നത്. എങ്ങനെയാണ്, അതിന് കുറെ കോൺട്രവേഴ്സി ഉണ്ട്. എന്നാൽ ഈ അമ്മ ഈ മക്കളെ വളർത്താൻ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കഷ്ടതകളിലും ഈ അമ്മ ആരും അറിയാതെ രണ്ടുപേരെ എപ്പോഴും സഹായിക്കുമായിരുന്നു. ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട്, ഒരു വിധവയായ ഒരു പ്രായമായ സ്ത്രീയുടെ വീട്ടിൽ ചെന്നിട്ട് ആ വീട് എല്ലാ പ്രാവശ്യവും അടിച്ചു വാരി ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തുണികളൊക്കെ അലക്കിയിട്ട് ആരും അറിയാതെ തിരിച്ചു വരുമായിരുന്നു. ഇതുപോലെ തന്നെ വീട്ടിലുണ്ടായിരുന്ന എല്ലാത്തിന്റെയും ഒരു പങ്ക് വേറൊരു വിധവയായ സ്ത്രീക്ക് ഈ അമ്മ കൊടുക്കുമായിരുന്നു. ഇത് കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ മദർ തെരേസയിലും ഈ ഒരു അനുഭവത്തിലേക്ക് മദർ വളരുന്നതും. ഇതുപോലെയാണ് ജോൺ ബോസ്കോയുടെ ജീവിതം എടുത്ത് നോക്കിയാൽ, പാദ്രി പിയോയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇവരൊക്കെ ജീവിതത്തിൽ, അല്ലെങ്കിൽ കൊച്ചു തെരേസയുടെ ജീവിതത്തിൽ കൊച്ചു തെരേസ കണ്ടു വളരുന്നത് ഈ വിശുദ്ധിയിൽ വളരുന്ന ഒരപ്പനും അമ്മയും, എന്നാൽ ചേച്ചിമാരെല്ലാവരും ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ ദൈവിക വിളി സ്വീകരിച്ച് ദൈവ പദ്ധതിക്കായി ദൈവത്തിന് വേണ്ടി വേല ചെയ്യാനായി കടന്നു പോകുന്ന ഓരോ വിശുദ്ധരെയാണ് ഈ വിശുദ്ധ കാണുന്നത്. തന്റെ വീട്ടിൽ തന്നെ കാണുന്നത് അവരെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിശുദ്ധിയിലേക്ക് വളരുന്ന ഒരു ഇടം എന്ന് പറയുന്നതും കുടുംബമാണ്. ഈ കുടുംബത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹം അനുഭവിക്കുവാനും സ്നേഹം പങ്കിടുവാനുമുള്ള ഒരു വേദിയാണ് കുടുംബം. അതായത് ഏറ്റവും ചെറിയ സഭ എന്ന് നമ്മൾ പറയുന്നത് മിനിയേച്ചർ ചർച്ച് ഫാമിലി. അപ്പൊ ഈ കുടുംബത്തിലായിരിക്കണം ഈ സ്നേഹത്തിന്റെ വളർച്ചയും ഈ ഐക്യത്തിലേക്കുള്ള വളർച്ചയും ഈ വിശ്വാസത്തിലുള്ള ആഴപ്പെടലും നടക്കേണ്ടത്. അതിലൂടെയാണ് നമ്മൾ ദൈവത്തിന്റെ അല്ലെങ്കിൽ ഈ ആത്മീയതയിലേക്ക് വളരുന്നതും.